പഴയകാല ഓർമ്മകൾ വരുത്തുന്ന ഒന്ന് രണ്ട് പാട്ടുകൾ ഈ സമയത്ത് പാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരെ, നമ്മൾ യേശുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിയിടുവിൻ. എക്കോ വരുന്നുണ്ട്. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരെ, ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരെ, നമ്മളേശുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മളേശുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. പാപം ശാപം സകലവും തീർപ്പാൻ അവതരിച്ചിഹേ നരനാ, പാപം ശാപം സകലവും തീർപ്പാൻ അവതരിച്ചിഹേ നരനായി. ദൈവകോപത്തിയിൽ വന്നെരിഞ്ഞവനാം രക്ഷകൻ ജീവിക്കുന്നു. ദൈവകോപത്തിയിൽ വന്നെരിഞ്ഞവനാം രക്ഷകൻ ജീവിക്കുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരെ, നമ്മളേശുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മളേശുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. ഉലകമഹാന്മാരഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. ഉലകമഹാന്മാരഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. നമ്മൾ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. നമ്മളേശുനാഥൻ ഉന്നതനേശു ഉയരത്തിൽ വാണിടുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരെ, ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരെ, നമ്മളേശുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മളേശുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. കലുഷതയകറ്റി കണ്ണുനീർ തുടപ്പിൻ, ഉത്സുകരായിരിപ്പിൻ. കലുഷതയകറ്റി കണ്ണുനീർ തുടപ്പിൻ, ഉത്സുകരായിരിപ്പിൻ. നമ്മളാത്മനാഥൻ ജീവിക്കവേ ഇനി അലസത ശരിയാമോ? നമ്മളാത്മനാഥൻ ജീവിക്കവേ ഇനി അലസത ശരിയാമോ? ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരെ, ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരെ, നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മളേശുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തുവിൻ, ജയരാജൻ. വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തുവിൻ, വരുന്നിതാ ജയരാജൻ. നിങ്ങൾ ഉയർന്നിരിപ്പിൻ,
കതകുകളെ ശ്രീയേശുവെ സ്വീകരിപ്പിൻ. നിങ്ങൾ ഉയർന്നിരിപ്പിൻ, കതകുകളെ ശ്രീയേശുവെ സ്വീകരിപ്പിൻ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളേശുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മളേശുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളേശുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മളേശുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മളേശുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മളേശുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. പ്രിയനേ എന്നേശുനായകനേ, എപ്പോൾ വരും മൽപ്രിയനേ എന്നേശുനായകനേ, എപ്പോൾ വരും? എൻ കണ്ണീർ തുടച്ചിടുവാൻ അങ്ങയെ ആശ്ലേഷിപ്പാൻ, എൻ കണ്ണീർ തുടച്ചിടുവാൻ അങ്ങയെ ആശ്ലേഷിപ്പാൻ, എന്നേശുവേ വാനമേഘേ വേഗം വന്നിടണേ, എന്നേശുവേ വാനമേഘേ വേഗം വന്നിടണേ. മധ്യാകാശേ സ്വർഗീയ ദൂതരുമാ വന്നിടുമ്പോൾ, മധ്യാകാശേ സ്വർഗീയ ദൂതരുമാ വന്നിടുമ്പോൾ, എനിക്കായി മുറിവേറ്റതാ ആ പൊന്മുഖം മുത്തുവാൻ, എനിക്കായി മുറിവേറ്റതാ ആ പൊന്മുഖം മുത്തുവാൻ, വെള്ളത്തിനായി കേഴുന്ന വേഴാമ്പൽ പോൽ വാഞ്ചിക്കുന്നേ, വെള്ളത്തിനായി കേഴുന്ന വേഴാമ്പൽ പോൽ വാഞ്ചിക്കുന്നേ. മൽപ്രിയനേ എന്നേശുനായകനേ, എപ്പോൾ വരും? മൽപ്രിയനേ എന്നേശുനായകനേ, എപ്പോൾ വരും? സൂര്യചന്ദ്ര താരങ്ങളെ കടന്നു സ്വർഗനാട്ടിൽ
സൂര്യചന്ദ്ര താരങ്ങളെ കടന്നു. സ്വർഗനാട്ടിൽ അപ്പളുങ്കു നദി തീരെ ജീവവൃക്ഷത്തിൻ തണലിൽ അപ്പളുങ്കു നദി തീരെ ജീവവൃക്ഷത്തിൻ തണലിൽ എൻ സ്വർഗ വീട്ടിൽ എത്തുവാൻ കൊതിച്ചിടുന്നേ എൻ മണാള. എൻ സ്വർഗ വീട്ടിൽ എത്തുവാൻ കൊതിച്ചിടുന്നേ എൻ മണാള. മൽപ്രിയനേ എൻ യേശുനായകനേ എപ്പോൾ വരും? മൽപ്രിയനേ എൻ യേശുനായകനേ എപ്പോൾ വരും? എൻ കണ്ണീർ തുടച്ചിടുവാൻ അങ്ങയെ ആശ്ലേഷിപ്പാൻ. എൻ കണ്ണീർ തുടച്ചിടുവാൻ അങ്ങയെ ആശ്ലേഷിപ്പാൻ. എൻ യേശുവേ വാനമേഘേ വേഗം വന്നിടണേ. എൻ യേശുവേ വാനമേഘേ മേഘം വന്നിടണേ. മൽപ്രിയനേ എൻ യേശുനായകനേ എപ്പോൾ വരും? മൽപ്രിയനേ എൻ യേശുനായകനേ എപ്പോൾ വരും? Thank you, Jesus. Hallelujah. 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 Amen. സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് തന്ന ഈ നല്ല സമയത്തിനായി സ്തോത്രം. സർവമാനവും മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. സർവസ്തുതിയും ബഹുമാനവും പുകഴ്ച ആരാധനയും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ തന്നെ മഹത്വം. We have to trust him. Now she is in our midst. She is going to share her testimony from the day one of her life, even before marriage, after marriage, what happened. Even Pastor Babu George was the one who spoke to me. He told me, "Muchayan, would you please give a chance for a Christy Sam George?" And also Pastor Brother A.C. George, they all recommended her name to our meeting. That's the reason I invited Christy. Christy, thank you for coming to our meeting. May the Almighty God bless you. We are very anxious to hear from you. Next 40-45 minutes time, share your experience. May the Almighty God bless you. You are welcome to our Zoom platform. Thank you. Praise the Lord. എന്റെ ശബ്ദം ക്ലിയർ ആണോ? Okay, clear. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് മീറ്റിംഗ് നയിക്കുന്ന കർത്താവിന്റെ ദാസൻ, കൂടി വന്നിരിക്കുന്ന എല്ലാ കർത്താവിന്റെ വലിയ ദാസന്മാർ, ദൈവമക്കൾ എല്ലാവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. മിറാക്കുലസ് ഹാൻഡ് ഓഫ് ജീസസ് ന്റെ മിനിസ്ട്രിയെ കുറിച്ച് എന്നോട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് മത്യുമൻ അങ്കിളാണ് എനിക്ക് ഇപ്രകാരം ഒരു അവസരം നിങ്ങളുടെ ഏവരുടെ മധ്യ കടന്നു വന്ന് കർത്താവിനെ സാക്ഷിപ്പാൻ എനിക്കൊരു അവസരം ഒരുക്കി തന്നത് അങ്കിളാണ്. അങ്കിളിനോടുള്ള പ്രത്യേക നന്ദി ഞാൻ ഈ സമയം അറിയിക്കുന്നു. ഈ മീറ്റിങ്ങിനായിട്ട് എന്നെ ക്ഷണിച്ച സമയം മുതൽ ഞാൻ ദൈവസന്നിധിയിലായിരിക്കും, പ്രാർത്ഥിക്കുകയും കർത്താവിനോട് ആലോചന ചോദിക്കുകയൊക്കെ ചെയ്തു വരികയാണ്. ദൈവങ്ങളുടെ മധ്യേ നിൽക്കാനായിട്ടുള്ള കൃപ ഞാൻ പ്രാപിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഈ സമയത്ത് കർത്താവ് എന്നെ ബലത്തോടെ നിർത്തിയിരിക്കുകയാണ്. എന്റെ സാക്ഷ്യം ഒരു നീണ്ട സാക്ഷ്യമാണെങ്കിലും എനിക്ക് ലഭിച്ചിരിക്കുന്ന
ആ സമയപരിധിക്കുള്ളില് ദൈവമക്കളോട് ഞാൻ എന്റെ സാക്ഷ്യത്തെ ഷെയർ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എപ്പോഴും ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവമാണ് ക്രിസ്തുവിന്റെ സാക്ഷിയായി തീരുക എന്നുള്ളത്. കർത്താവ് എന്നെ ബാല്യത്തിൽ തന്നെ അതിനായിട്ട് തെരഞ്ഞെടുത്ത ഒരു അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതുപോലെ തന്നെ എന്റെ പിതാവ് കർത്താവിന്റെ വേലക്കാരനാണ്, സുവിശേഷകനാണ്. കഴിഞ്ഞ ഏകദേശം 50-ലധികം വർഷമായി വിവിധ സ്ഥലങ്ങളിൽ കർത്താവിന്റെ വേലയിലായിരിക്കാൻ എന്റെ പിതാവിനെ കർത്താവ് ഉപയോഗിച്ചു, സഹായിച്ചു. ഇന്ന് താന് തന്റെ 72ാമത്തെ വയസ്സിലായിരിക്കുന്നു. ഇപ്പോഴും താൻ വിശ്രമമില്ലാതെ തനിക്ക് ലഭിക്കുന്ന അവസരങ്ങളൊക്കെയും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാനൊക്കെ തന്നെ കർത്താവ് പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഞാന് ജനിച്ചു വളർന്നതൊക്കെ എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ്. എന്റെ ബാല്യവും യൗവനവും ഒക്കെ എറണാകുളം ഡിസ്ട്രിക്റ്റിലായിരുന്നു. ഒരു കർത്താവിന്റെ ദാസന്റെ മകൾ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ഒരു സ്ഥിരമായ ഒരു സ്ഥലത്തല്ല ഞങ്ങൾ താമസിച്ചിരുന്നത്. പലപ്പോഴും പല പാഴ്സനേജുകളിലും വീടുകളിലും ഒക്കെ ആയിരുന്നു എന്റെ ബാല്യകാലം. വളരെ നല്ല അനുഭവങ്ങൾ, ആത്മീയ അനുഭവങ്ങളിൽ കൂടെ എല്ലാം കടന്നു പോകുന്ന ഒരു ബാല്യകാലമായിരുന്നു. ഇവിടെ എന്നെക്കാളും പ്രായമുള്ളവരും അതുപോലെ അനുഭവമുള്ളവരും ഒക്കെ അങ്ങനെയുള്ള ഒരു മധ്യത്തിലാണല്ലോ ഞാൻ ആയിരിക്കുന്നത്. ഒരു 80s-ലെയും 90s-ലെ അനുഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രമാത്രം ഒന്നും ദൈവമക്കളും ദൈവസഭയും ഒന്നും അനുഗ്രഹിക്കപ്പെട്ട ഒരു സാമ്പത്തികമായൊന്നും വലിയ ഉന്നതിയിലൊന്നും അല്ലാതിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. എന്നാൽ ഏറ്റവും കൂടുതൽ ആത്മീയ അനുഭവങ്ങൾ പ്രാപിച്ച പിതാക്കന്മാരുടെ ജീവിതം നോക്കിയാൽ അനേക സാക്ഷ്യങ്ങളും ദൈവസഭ വർദ്ധിച്ചു വന്നൊക്കെ ഒരു കാലമായിട്ടാണ് എനിക്ക് പലപ്പോഴും മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ എന്റെ ബാല്യകാലം പലപ്പോഴും അനേക ദൈവമക്കളുടെ സ്നേഹം അനുഭവിക്കുവാനും അനേക കർത്താവിന്റെ ദാസന്മാരുടെ ഭവനത്തിൽ വരുന്ന ആ ഒരു ആത്മീയമായ അനുഭവങ്ങളുടെ ഒരു കാലമായിരുന്നു എന്റെ ബാല്യകാലം. എന്റെ പിതാവ് പരിശോധനത്തിന് പോകുന്നതും അതുപോലെ അനേകം മീറ്റിങ്ങുകൾക്ക് പോകുന്നതും ഞങ്ങൾ ഒരുമിച്ച് പോകുന്നതും അങ്ങനെയുള്ള നല്ല അനുഭവങ്ങളിൽ കൂടെ ഒക്കെ എന്റെ ബാല്യകാലം കടന്നു പോവുകയുണ്ടായി. അതുപോലെ തന്നെ ബാല്യത്തിൽ തന്നെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാനായിട്ട് സൺഡേ സ്കൂളിലായിരിക്കുന്ന സമയത്ത് ഏകദേശം എനിക്ക് 8 വയസ്സൊക്കെ ഉള്ള സമയത്ത് ഞാൻ എന്റെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. എന്റെ സൺഡേ സ്കൂൾ ടീച്ചറിന്റെ ആഹ്വാനപ്രകാരമാണ് ഞാൻ അന്ന് എന്റെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിപ്പാനിടയായത്. അങ്ങനെ എല്ലാ ഞായറാഴ്ചകളും ആരാധനയ്ക്ക് പോകും, കൂട്ടായ്മകൾക്ക് പോകും, സൺഡേ സ്കൂളിൽ പങ്കെടുക്കും. അങ്ങനെ എല്ലാ രീതിയിലും അത് എന്റെ മാതാപിതാക്കളുടെ ആ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ഞാൻ അങ്ങനെ ഒരു ദൈവപൈതലായിട്ട് വളർന്നു വന്നു. എനിക്ക് രണ്ട് സഹോദരിമാരാണ് ഉള്ളത്. ഒരു സഹോദരി ഈ കഴിഞ്ഞ 2020 കോവിഡ് വന്ന് അവൾ മരണം വഴിയായി ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. സമയം ഉണ്ടെങ്കിൽ ഞാൻ അതും ഈ സാക്ഷ്യത്തിൽ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവള് വിവാഹിതയായി, അവൾ മസ്കറ്റിന്റെ പ്രദേശത്തായിരുന്നു. 2 കുഞ്ഞുങ്ങളെ ദാനമായി നൽകി. ഇപ്പോൾ എന്റെ ബ്രദറിലോയും കുഞ്ഞുങ്ങളും മസ്കറ്റിലായിരിക്കുന്നു. എന്റെ ഇളയ സിസ്റ്റർ അവള് വാളകത്ത് ഇവിടെ ആയിരിക്കുന്നു. അവളും വിവാഹിതയായി, 2 കുഞ്ഞുങ്ങള്, ഭർത്താവ് മസ്കറ്റ് ജോലിയോടനുബന്ധിച്ചായിരിക്കും. ഇതാണ് എന്റെ ഒരു കുടുംബ പശ്ചാത്തലം. അപ്പോൾ ഈ ബാല്യകാലത്തൊക്കെയും വളരെയധികം ഒരു വിശ്വാസത്തിന്റെ പരിശോധനകളിൽ കൂടെ കടന്നുപോയ ഒരു ജീവിതമാണ് എന്റേത്. സാധാരണ എല്ലാ കുഞ്ഞുങ്ങളെ പോലെ തന്നെ ബാല്യത്തിൽ ഞാൻ പഠിക്കുവാനും സമൃദ്ധിയും എല്ലാ രീതിയിലും മാതാപിതാക്കളുടെ ഒരു പ്രതീക്ഷയായിരുന്നു ഞാൻ. എല്ലാ കാര്യങ്ങളും ഗ്രഹിക്കുവാനും ആളുകളിൽ ഇടപെടുവാനും എല്ലാ രീതിയിലും ഒരു മിടുക്കിയായ ഒരു പെൺകുട്ടിയായിരുന്നു. എന്നാൽ ചെറിയ പ്രായത്തിൽ തന്നെ വിശ്വാസത്തിന്റെ പരിശോധനകളിൽ കൂടെ ഞാൻ കടന്നുപോയി. പെട്ടെന്ന് തന്നെ ഒരു 8 വയസ്സ് പ്രായമുള്ളപ്പോൾ ഞാൻ ഒരു രോഗാവസ്ഥയിലേക്ക് ആയിത്തീരുകയും കിടക്കയെ അഭയം പ്രാപിക്കേണ്ട ഒരു സാഹചര്യത്തിൽ കൂടെ ഞാൻ കടന്നുപോയി. പെട്ടെന്ന് സാധാരണ ഉണ്ടാവുന്ന പോലെ കുട്ടികൾക്കൊക്കെ ഉണ്ടാവുന്ന പോലെ ഒരു പനിയായിട്ടാണ് എന്റെ ശരീരത്തിൽ അത് ആരംഭിച്ചത്. പനി തുടങ്ങി സാധാരണ ഡോക്ടറെ കൊണ്ട് കാണിക്കുന്ന പോലെ കാണിച്ചു ഡോക്ടറെ. അന്നേരം അതിനു വേണ്ടിയുള്ള താൽക്കാലികമായിട്ടുള്ള ഒരു 3-4 ദിവസത്തെ മരുന്ന് എനിക്ക് തന്നു. അത് കഴിച്ചിട്ടും എന്റെ പനി വിട്ട് അത് മാറുന്നില്ല. ടെമ്പറേച്ചർ എനിക്ക് കുറയുന്നില്ല. ഹൈ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഫിക്സ് വരുന്ന പോലെ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് ആ ഹൈ ടെമ്പറേച്ചർ വരുമ്പോൾ എനിക്ക് ഉണ്ടായിക്കൊണ്ടിരുന്നത്. അങ്ങനെ എന്റെ ബ്ലഡ് എല്ലാം അതിന്റെ ചെക്കപ്പ് ചെയ്തു കഴിഞ്ഞപ്പോൾ ESR വളരെ കൂടുതലാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി. അങ്ങനെ എറണാകുളത്തുള്ള അന്നത്തെ ആ ഒരു ചിൽഡ്രൻ ഹോസ്പിറ്റല്, ലക്ഷ്മി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഒരു ഹോസ്പിറ്റലിലേക്ക് എന്റെ
മാതാപിതാക്കൾ എന്നെ കൊണ്ടുപോയാണ് എന്റെ ഫർദർ ട്രീറ്റ്മെന്റിന് വേണ്ടി. അവിടെ ചെല്ലുമ്പോൾ ആ ഡോക്ടറും എന്റെ ഫർദർ ചെക്കപ്പുകൾ എല്ലാം ചെയ്യുമ്പോൾ അദ്ദേഹം പറയാണ്, അതിൽ നിന്ന് മനസ്സിലാക്കുകയാണ് എനിക്ക് റുമാറ്റിക് ഫീവർ ആണ്, വാതസംബന്ധമായ ഒരു അസുഖമാണ് എന്ന് ഡോക്ടർ റെക്കഗ്നൈസ് ചെയ്യുകയാണ്. അങ്ങനെ അതിനുള്ള ട്രീറ്റ്മെന്റ് എല്ലാം ചെയ്ത് ഒരു 10-15 ദിവസം ഞാൻ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പ്രായമാണ്, തീരെ ചെറിയ പ്രായമാണ്. അങ്ങനെ ആ സമയത്ത് എനിക്ക് ഉണ്ടാവുന്ന ഈ പനി മാറിക്കഴിയുമ്പം ശരീരത്തിന്റെ ജോയിന്റുകൾക്കെല്ലാം വേദന ഉണ്ടാവുന്ന അനുഭവം, രാവിലെ എഴുന്നേറ്റ് സ്വയമായിട്ട് എഴുന്നേക്കാനോ നടക്കാനോ പല്ല് തേക്കാനോ ഒന്നും കഴിയാത്ത ഒരു ഡിസേബിൾ ആയിരിക്കുന്ന ഒരു ശാരീരിക അവസ്ഥയിലേക്ക് ഞാൻ പെട്ടെന്ന് മാറ്റപ്പെട്ടു. എന്റെ ശരീരത്തിന്റെ ഉന്മേഷവും എല്ലാം നഷ്ടപ്പെട്ടവളെ പോയി, ഒരു പരസഹായം ഇല്ലാതെ എനിക്ക് എഴുന്നേക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഞാൻ പെട്ടെന്ന് ആയിത്തീരുവാണ് ചെയ്യുന്നത്. എന്റെ പഠനത്തെ കുറിച്ചുള്ള, എന്റെ ജീവിതത്തെ കുറിച്ചുള്ള സ്വപ്നങ്ങളൊക്കെ നഷ്ടപ്പെട്ട് ഞാൻ ആശുപത്രിയിലും ഭവനത്തിലും ഒക്കെ ആയിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ മാറ്റപ്പെട്ടു. അങ്ങനെ ഏകദേശം ഒരു 4 വർഷക്കാലം ഈ റുമാറ്റിക് ഫീവർ ആണെന്നുള്ള ധാരണയോടെ എനിക്ക് ചികിത്സകൾ നൽകിക്കൊണ്ടിരുന്നു. അപ്പൊ റുമാറ്റിക് ഫീവർ വന്ന പലരും പറഞ്ഞു ഇത് ഒരു ഹാർട്ടിന് ഹോൾ ആവുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇതൊരു വല്ലാത്തൊരു സ്റ്റേജിലേക്ക് ഇത് മാറ്റപ്പെടാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ആയുർവേദ മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ പൂർണ്ണമായ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ മാതാപിതാക്കൾ അവരാൽ കഴിയുന്ന ആ ഒരു ചികിത്സാ സഹായങ്ങളെല്ലാം നേടി എന്നെ ചികിത്സിക്കുന്നുണ്ടായിരുന്നു. അതേസമയം തന്നെ കർത്താവിന്റെ വേലയിൽ അവർ മുന്നേറിക്കൊണ്ടിരുന്നു. വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാതെ കർത്താവിന്റെ വേലയിൽ എന്റെ പിതാവ് കൂടുതലും ഒരു പുറത്തു പോയി ഔട്ട്റീച്ച് മിനിസ്ട്രി എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു ഗോസ്പൽ സുശേഷീകരണത്തിനുള്ള ഒരു കോളിംഗ് ഉള്ള വ്യക്തിയാണ്. അപ്പൊ കൂടുതൽ സമയം ചെറുപ്പക്കാരായിട്ടുള്ള ആ പ്രായത്തിലുള്ള സമപ്രായക്കാരുടെ ശുശ്രൂഷകര് അല്ലെങ്കിൽ കൂട്ടുകാരായിട്ടുള്ള അങ്ങനെയുള്ളവരുമായിട്ട് ഒരുമിച്ച് പോയി ഫീൽഡ് മിനിസ്ട്രി ഒക്കെ ചെയ്യുന്ന ഒരു കാലമാണ്. അപ്പൊ തന്റെ ആ ശുശ്രൂഷയൊക്കെ ബാധിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നുപോയെങ്കിലും ആ വിശ്വാസത്തിന്റെ വെല്ലുവിളികളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് വളരെ ആ വിശ്വാസത്തിൽ തന്നെ നിലനിൽക്കുവാനും പ്രാർത്ഥിക്കാനും ഒക്കെ ആ നാളുകളിലൊക്കെ ഇടയായി. എന്റെ അടുത്ത് വന്നിരുന്ന് ഞാൻ വേദനിക്കുമ്പോൾ എന്നെ ധൈര്യപ്പെടുത്തും, എന്റെ ഉള്ളത്തെ ബലപ്പെടുത്തും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ ഞാൻ അല്പസമയത്തേക്ക് എനിക്ക് ഒരു ആശ്വാസം ലഭിക്കും. അതുപോലെ ആ സമയത്തൊക്കെ അനേക ദൈവമക്കൾ കടന്നു വരുന്നു, പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രാർത്ഥനയുടെ അനുഭവങ്ങളിൽ കൂടെ ഒരു ആശ്വാസത്തിൽ കൂടെ എല്ലാം ഞാൻ ആ നാളുകളിൽ കടന്നു. എന്നാൽ 4 വർഷം എന്നെ വിട്ട് ഇങ്ങനെ കടന്നു പോയെങ്കിലും ഞാൻ ഇടയ്ക്ക് സ്കൂളിൽ പോകും, പോയി എക്സാം എഴുതും, വീട്ടിലിരുന്ന് പഠിക്കും, ട്യൂഷന് പോകും. അങ്ങനെയൊക്കെ എന്റെ ഒരു വിദ്യാഭ്യാസമൊക്കെ അങ്ങനെ മുന്നോട്ട് പോയി. എന്നാൽ ഞാൻ എന്റെ അക്കാഡമിക് എല്ലാം വളരെ പുവറായി ഒരു ആവറേജ് ലെവലിലേക്ക് ഞാൻ കടന്നു വന്നു. എനിക്ക് എന്റെ ജീവിതത്തെ കുറിച്ചുള്ള പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ട ഒരു സമയത്തൂടെ ഞാൻ കടന്നു പോവുകയാണ്. അങ്ങനെ ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഏകദേശം 4 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു സാഹചര്യത്തിലേക്ക് എന്റെ കാലിലേക്ക് ഒരു ട്യൂമർ ഉണ്ടാവുകയാണ്. കാലിന്റെ എന്റെ റൈറ്റ് ലെഗിന്റെ തൈയില് തൊട ഭാഗത്തായിട്ട് മുട്ടിന് മേളിലായിട്ട് ഒരു ട്യൂമർ ഉണ്ടാവുകയും അങ്ങനെ ആ ട്യൂമറിൽ കൂടെ പസ് വരാനായിട്ട് തുടങ്ങി. അപ്പോൾ എന്നെ ചികിത്സിച്ചുകൊണ്ടിരുന്ന ഡോക്ടറിനെ പെട്ടെന്ന് ഈ വിവരം അറിയിക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ വാദത്തിനൊക്കെ അങ്ങനെ ഉണ്ടാവുന്നു, അത് ഭയപ്പെടേണ്ട കാര്യമില്ല, ഇത് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയമല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടറിന്റെ വാക്കുകളെ വിശ്വസിച്ച് ഭവനത്തിലായിരുന്നു. അങ്ങനെ ആഴ്ചയിൽ പോയി കാലിന് ഡ്രസ്സ് ചെയ്യണം. അങ്ങനെ എന്നെ ഒരു പിതാവ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡ്രസ്സ് ചെയ്യും. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഭവനത്തിൽ തന്നെ ഡ്രസ്സ് ചെയ്താൽ മതി. അങ്ങനെ എന്റെ മെഡിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം വാങ്ങിച്ച് വീട്ടിൽ തന്നെ എന്റെ കാലിന്റെ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ഒരു ഡ്രസ്സ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ബോൺ പീസിന്റെ എനിക്ക് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങി. ഞാൻ അത് സിസർ വെച്ച് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു ബോൺ പീസ് പുറത്തേക്ക് വന്നു. ഞാൻ പെട്ടെന്ന് ഒരു ഭയപ്പെട്ട പോലെ ആയിരുന്നു. എന്റെ മാതാപിതാക്കൾ അവരെ രണ്ടുപേരും ഞാനിത് കാണിച്ചു. എന്റെ കുടുംബം പെട്ടെന്ന് അവര് ഭയങ്കരമായിട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, മകളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ട് ആ ഒരു തകർന്ന ഒരു അവസ്ഥയിലേക്ക് എന്റെ കുടുംബം കടന്നു വരികയുണ്ടായി. ഞാൻ ആ ഒരു പിന്നോട്ട് ഞാൻ നോക്കുമ്പോൾ ആ നാളുകളിലേക്കാൾ അന്ന് ആ ദിവസം എന്റെ ഭവൻ ഒരു മരണ വീട് പോലെയായിരുന്നു. പെട്ടെന്ന് തന്നെ ഡോക്ടറെ വിളിച്ച് ഈ കാര്യം പറയും. ഡോക്ടർ പെട്ടെന്ന് ചെല്ലാനായിട്ട് പറഞ്ഞു. അന്നേരം
ഡോക്ടർ പറയുവാണ് നമ്മൾ ഇത്രയും നാളും ചികിത്സിച്ചിരുന്നതല്ല, ഇത് ബോണിന് എന്തോ പ്രയാസമാണ്, അതുകൊണ്ട് ഇനി അധികം നമുക്ക് വെക്കാൻ പറ്റത്തില്ല. അദ്ദേഹം ഒരു ഡോക്ടറെ സജസ്റ്റ് ചെയ്തത് മെഡിക്കെയറില് ഡോക്ടർ പൗലോസ് ചാക്കോ എന്ന് പറയുന്ന അദ്ദേഹം ഫേമസ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ്. ആക്സിഡന്റ് ഉണ്ടാകുമ്പോഴൊക്കെ എല്ലാവരും റെഫർ ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എന്റെ പിതാവ് എന്നെ കൊണ്ട് ചെല്ലുകയാണ്. അവിടെ എന്നെ കൊണ്ട് ചെല്ലുമ്പം വളരെ തിരക്കുള്ള ഒരു ആശുപത്രി, അപ്പം നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള നീഡ്സ് ഒക്കെ ഉള്ള ഒരു ചെലവാകുന്ന ഒരു ഹോസ്പിറ്റലാണ്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഡോക്ടർ എന്നെ കണ്ട ഉടനെ ഡോക്ടറോട് വിവരം പറഞ്ഞ്, എന്റെ പപ്പ കയ്യിൽ ഇത് ബോൺ പീസിന്റെ ഒരു കവറിനകത്ത് അത് എടുത്തിട്ടുണ്ടായിരുന്നു, അത് ഒക്കെ എടുത്ത് അദ്ദേഹത്തെ കാണിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു വളരെ ടു ലേറ്റ്, ഇവിടെ വന്നപ്പോഴത്തേക്കും വളരെ ലേറ്റ് ആയിപ്പോയി, ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല, നിങ്ങൾ ഇത്രയും നാൾ എന്തുകൊണ്ട് ഇത് വെച്ചുകൊണ്ടിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമുക്ക് മെഡിക്കലി ഇതിനെ കുറിച്ച് അറിവില്ലാത്തവരാണ്, എന്ത് ഡോക്ടേഴ്സ് പറയുന്നു അതുപോലെ നമ്മൾ അത് വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എന്റെ പിതാവ് പറഞ്ഞു, ഞാൻ ഡോക്ടേഴ്സ് പറഞ്ഞതെല്ലാം അതുപോലെ ആ ഇൻസ്ട്രക്ഷൻ എല്ലാം ഫോളോ ചെയ്തതാണ്, എങ്കിലും ഞാൻ മനുഷ്യരിലല്ല ആശ്രയിക്കുന്നത്, ഞാൻ ദൈവത്തിലാണ് ആശ്രയിക്കുന്നത്. ഈ കഠിനമായ പരിശോധനയുടെ മധ്യത്തിലൊക്കെ ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്. ഒരു ക്രിസ്ത്യൻ ഡോക്ടർ ആയതുകൊണ്ട് പപ്പ അത് പെട്ടെന്ന് തന്നെ ബൈബിളിൽ യോബിനെ കുറിച്ചുള്ള, ദൈവഭക്തനായ യോബിന്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുള്ള സാഹചര്യങ്ങളെ കുറിച്ചും അനുഭവങ്ങളെ കുറിച്ചും എല്ലാം ഓർപ്പിച്ചു. ഈ ലോകത്തിലെ ജീവിതം താൽക്കാലികമാണെന്നും ഇത് ദൈവം തരുന്ന ദാനമാണെന്നും മക്കളെ എല്ലാം ദൈവം ദാനം തന്നതാണെന്നും ഇതൊക്കെ അനുഭവിപ്പാൻ ദൈവം നൽകിയെങ്കിൽ മാത്രമേ നമ്മൾക്ക് അത് പ്രാപിക്കാൻ കഴിയുള്ളൂ എന്നൊക്കെ താൻ തന്റെ വിശ്വാസത്തെ അവിടെ ഒരിക്കൽ കൂടെ ഡോക്ടറിന്റെ മുന്നിൽ ഉറപ്പിക്കുകയുണ്ടായി. എന്തായാലും ഡോക്ടർ പെട്ടെന്ന് അതെല്ലാം കേട്ടിട്ടായിരിക്കാം താൻ ഒരു മനസ്സലിവുള്ളവനായിട്ട് എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്യുവാനായിട്ട് അനുവദിക്കുകയാണ്. ഡോക്ടർ പറഞ്ഞു, ഇത് ഡോക്ടറും മടുക്കും രോഗിയും മടുക്കും, അതുപോലെ ഒരു കണ്ടീഷനാണ്. എന്റെ കാലിന്റെ എക്സ്റേ എടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു ട്യൂബ് പോലെ ഇത് മുഴുവൻ ദ്രവിച്ചു തീർന്നിരിക്കുകയാണ്, ഇത് ബോൺ ഇൻഫെക്ഷൻ ആണ്, ഓസ്റ്റിയോമെലാറ്റീസ് ആണ് കൺഫേം ചെയ്യുകയാണ്. അതെന്റെ ഒരു മുട്ട് വരെയുള്ള ബോൺ മുഴുവൻ പഴുത്ത് തീർന്നിരിക്കുകയാണ്, ഒരു പൊള്ളയായ ഒരു അസ്ഥിയുടെ രൂപത്തിലാണ് എന്റെ അവസ്ഥ എന്ന് അദ്ദേഹം പറയുണ്ടായി. അപ്പൊ ഇത്രയും നാളെ ഞാൻ അധികം നടക്കുവോ അല്ലെങ്കിൽ അധികം ഓടുകയൊന്നും ചെയ്തില്ല, ബെഡ് എയ്ഡ് ആയിരുന്ന ഒരു അവസ്ഥയിലായിരുന്നുകൊണ്ടായിരിക്കും അത് കൂടുതൽ ഒരു ഫ്രാക്ചറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടിലേക്ക് അത് കടന്നു പോകാതെ എന്നാണ് ഡോക്ടർ പറയുന്നത്. എല്ലാവർക്കും ഉപരി ദൈവത്തിന്റെ എന്നോടുള്ള ദയയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. വലിയ കോംപ്ലിക്കേഷനിലേക്ക് അങ്ങനൊന്നും പോകാതെ വേണം എന്നെ കർത്താവ് സഹായിച്ചു എന്നേ എനിക്ക് പറയുവാനുള്ളൂ. അന്ന് അവിടെ പെട്ടെന്ന് തന്നെ ആ ആഴ്ച തന്നെ അഡ്മിറ്റ് ആവാനായിട്ട് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് ഈ വിവരം എല്ലാ ചർച്ചുകളിലും അറിഞ്ഞു, എല്ലാ ലോകമൊക്കെ ഞങ്ങളെ അറിയുന്ന മക്കള് ദാസന്മാര് എല്ലാവരും അറിയുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പെട്ടെന്ന് തന്നെ എന്റെ ഭവനത്തിലേക്ക് അനേകർ കടന്നു വരികയുണ്ടായി. കടന്നു വരുന്നവരെല്ലാം തന്നെ എന്നെ ഇനി കാണാൻ കഴിയില്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ് എന്നെ വന്ന് ഹഗ് ചെയ്തിട്ട് പോകുന്നത്. കാരണം എല്ലാവരും ചിന്തിച്ച് ഇത് അടുത്ത ടെസ്റ്റിന് വേണ്ടി എല്ലാം ഇതിൽ കാലിന്റെ പസ് എടുത്തിട്ട് വിട്ടിരിക്കുകയാണ്, അപ്പോൾ എനിക്ക് ക്യാൻസർ ആണ്, ബോണിന്റെ ക്യാൻസർ ആണ് എന്ന് ഉള്ള രീതിയിൽ എല്ലായിടത്തും പരന്നു. ഇനി അധികം നാൾ എന്റെ മുന്നിലില്ല എന്നുള്ള രീതിയിൽ എല്ലായിടത്തും പരക്കുക ഉണ്ടായി. എന്നാൽ എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ആദ്യത്തെ ഒരു മേജർ ഓപ്പറേഷൻ ആയിരുന്നു. അതെല്ലാം ഡോക്ടറിന്റെ ഒരു പരീക്ഷണാർത്ഥമാണ് എന്റെ ഈ ഓപ്പറേഷൻ എല്ലാം ചെയ്യുന്നത്. അത് സക്സസ് ആയി തീരുമാനമായിട്ട് ഇടയായി. അങ്ങനെ ഞാൻ ചുരുക്കി പറയട്ടെ, ഏകദേശം വീണ്ടും ഒരു 5 വർഷത്തോളം എനിക്ക് ഈ ചികിത്സകൾ ആവശ്യമായി വന്നു. പല വർഷങ്ങളായിട്ട് ഒരു 3 ഓപ്പറേഷൻ കൂടെ എന്റെ കാലിൽ ചെയ്യേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഒരു 9 വർഷമാണ് ഞാൻ ഈ രോഗത്തിന്റെ വളരെ കാഠിന്യമേറിയ അനുഭവങ്ങളിൽ കൂടെ, വേദനകളിൽ കൂടെ എല്ലാം ഞാൻ കടന്നുപോയി. അന്ന് ഞാൻ പറയാമല്ലോ, ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് പറയാണ്, എനിക്ക് ആശ്വാസമായി തീർന്നത് ദൈവമക്കളുടെ പ്രാർത്ഥനയാണ്. എന്നെ കാണുവാൻ വരുന്ന ദൈവമക്കളെല്ലാം അവർ പ്രാർത്ഥിക്കുമ്പോൾ അന്ന് ഞാൻ സ്വസ്ഥമായി ഉറങ്ങും. ഞാൻ വേദന അറിയാതെ ഞാൻ സ്വസ്ഥമായിരിക്കും. കർത്താവിൽ എനിക്ക് വലിയ ആശ്രയവും വലിയ ധൈര്യവും ഒക്കെ ആ നാളിൽ കർത്താവ് എനിക്ക് തരുവുണ്ടായി. ഞാൻ എന്നെ തന്നെ മരണത്തിൽ ഏൽപ്പിച്ചു കൊടുത്ത സമയങ്ങളുണ്ട്. എന്ത് സംഭവിച്ചാലും എനിക്ക് കുഴപ്പമില്ല. ഞാൻ എന്റെ ഉള്ളത്തെ എന്റെ ആത്മാവിനെ അതിനുവേണ്ടി ഒരുക്കിയ സാഹചര്യങ്ങളോട് ഞാൻ പറഞ്ഞു, കർത്താവേ നിന്റെ ഇഷ്ടം അതാണോ, ഞാൻ അതിനുവേണ്ടി എന്നെ തന്നെ ഏൽപ്പിക്കുന്നു. ഈ വേദനയിൽ നിന്ന് ഒക്കെ ഒരു മുക്തിയാകുമെങ്കിൽ അതായിക്കോട്ടെ എന്ന് ഞാൻ പറഞ്ഞ നാളുകളുണ്ട്. എനിക്ക് വേദന എന്ന് പറയുമ്പോൾ ഒരു ശബ്ദം പോലും കേൾക്കുവാൻ
കഴിയാത്ത ഒരു കാൽ പെരുമാറ്റം പോലും, അല്ലെങ്കിൽ ഒരു ഡോർ തുറക്കാൻ പോലും ഞാൻ സമ്മതിക്കത്തില്ല. അല്ലെങ്കിൽ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സൗണ്ട് കേട്ടാൽ അപ്പോൾ എന്റെ കാലിലായിരുന്നു അത് വേദന ഉണ്ടായിരുന്നു. ഒരേ പൊസിഷനിൽ എനിക്ക് കിടക്കാൻ കഴിയുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ട് തിരിവാണ്. കാരണം ഈ ട്യൂബ് ഇട്ട് അതിൽ കൂടെ ബസ് പോയിക്കൊണ്ടിരുന്ന സമയങ്ങളൊക്കെ എന്റെ ജീവിതത്തിലുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ കടന്നു പോകുമ്പോഴും ഞാൻ ഈ കേൾക്കുന്ന വചനങ്ങൾ ഒക്കെ ഏറ്റെടുക്കുകയും വിശ്വാസത്തിലൊക്കെ ഞാൻ ആയിരിക്കുമ്പോഴും വ്യക്തിപരമായി കർത്താവുമായിട്ടൊരു സമർപ്പണത്തിലേക്കോ ഒരു ബന്ധത്തിലോ ഞാൻ ആ നാളിൽ ആയിരുന്നില്ല. അങ്ങനെ എന്റെ ആ ഒരു യൗവനപ്രായത്തിൽ കടന്നു വന്നപ്പോൾ അന്ന് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് അതിന്റെ ഫൈനലിന്റെ ആ എക്സാമിനോടൊക്കെ അടുത്ത സമയത്താണ് എന്റെ ട്രീറ്റ്മെന്റ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഡോക്ടർ പറഞ്ഞു ഇത് ഇനിയും ട്യൂമർ ഉണ്ടായി കൂടാന്ന് പറയാൻ പറ്റത്തില്ല. ഇനിയും അത് ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ പഴുത്ത ആ ഭാഗങ്ങളെല്ലാം പസും ഇതെല്ലാം അതിന്റെ ആ ഇൻഫെക്റ്റഡ് ആയ ഭാഗങ്ങളെല്ലാം ക്ലിയർ ചെയ്യുക, അതുപോലെ ബാക്കിയുള്ള ശരീരത്തിന്റെ ഭാഗങ്ങളിലേക്ക് ഈ ഇൻഫെക്ഷൻ പകരാതിരിക്കുക. അപ്പൊ അങ്ങനെ അതാണ് അതിന്റെ ആ ട്രീറ്റ്മെന്റിന്റെ രീതി. അത് അദ്ദേഹം ചെയ്തു. അങ്ങനെ അദ്ദേഹം എന്നോട് ലാസ്റ്റ് അവിടുന്ന് പോകുമ്പോ പറയുന്നത് ഇനി ഇതിനകത്ത് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല മോളെ എന്നുള്ള രീതിയിലാണ് എന്നെ പറഞ്ഞ് അവിടുന്ന് വിടുന്നത്. അങ്ങനെ ഞാൻ ഈ പ്രീ ഡിഗ്രിയുടെ ഫൈനൽ എക്സാമിന് ഏകദേശം അടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചു ഇനി എനിക്ക് അടുത്തത് ഡിഗ്രിക്കൊക്കെ പോകാം. എന്റെ ജീവിതത്തിൽ ഒരു ഹോപ്പൊക്കെ ആയി ഞാൻ വെറുതെ നടക്കാനൊക്കെ തുടങ്ങി, ഏബിളായി, ശരീരത്തിന്റെ ആ ഒരു വലിയ പ്രയാസങ്ങളൊക്കെ മാറി സ്വസ്ഥമായി ഞാൻ ഇരുന്ന ഒരു സമയത്ത് വീണ്ടും അപ്രതീക്ഷിതമായിട്ട് വീണ്ടും എന്റെ കാലിലേക്ക് ട്യൂമർ വരികയാണ്. ട്യൂമർ വരിക എന്ന് പറയുന്ന അസഖ്യമായ വേദനയാണ്. അത് ഭയങ്കര വേദന എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വേദനയാണ്. ആ സമയത്ത് ഞാൻ വീണ്ടും ചിന്തിച്ചു, എന്റെ ദൈവമേ, വീണ്ടും എനിക്കൊരു ജീവിതം മുന്നോട്ടില്ല, അല്ലെങ്കിൽ എന്റെ ജീവിതം എനിക്ക് ഇങ്ങനെ വേദനയാണല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. എന്റെ സഹോദരിമാരന്ന് അവരെല്ലാം വളർന്നു വന്നു. എന്റെ പിതാവും ശുശ്രൂഷയിലൊക്കെ പ്രയോജനപ്പെടുന്ന സമയമാണ്. അപ്പോൾ അവരൊക്കെ കർത്താവിന്റെ വേലയോടനുബന്ധിച്ച് മീറ്റിങ്ങുകൾക്കൊക്കെ ആയിട്ട് പോകും. ഞാൻ സഹോദരിമാർ അവരുടെ പഠനത്തിനായിട്ട് പോകും. ഞാൻ ഭവനത്തിലേക്കായിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ മുറിയിൽ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവെ എനിക്ക് ഞാൻ ഈ പഴയ ഭാഗങ്ങളെല്ലാം വായിച്ചിട്ട് എന്റെ പിതാവ് പറയുന്ന വചനങ്ങളും അല്ലെങ്കിൽ ഞാൻ കേട്ടിട്ടുള്ള ബാല്യം മുതലേ ദേവദാസന്മാരിൽ നിന്ന് കേൾക്കുന്ന ആ വചനങ്ങളൊക്കെ ഞാനിങ്ങനെ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ യഹോവേ, അങ്ങ് എന്നോട് സംസാരിക്കണമേ, അങ്ങ് എന്നോട് ഇടപെടണമേ, അങ്ങ് എന്റെ മുന്നിൽ വെളിപ്പെടണമേ. അന്ന് ആ ഒരു അശുദ്ധമായ മനസ്സിൽ ഞാൻ കർത്താവിനോട് ആവശ്യപ്പെടുമായിരുന്നു. ഞാൻ പറയുമായിരുന്നു, കർത്താവെ എന്നെ അങ്ങ് സൗഖ്യമാക്കണം, അല്ല എങ്കിൽ എന്നെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കിടത്തല്, കർത്താവ് എന്റെ ജീവൻ എടുക്കണമേ, എനിക്ക് വേദന സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് ഞാൻ മുറിയിൽ ഇരുന്ന് കരയുകയും പ്രയാസപ്പെടുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അന്നേരം കർത്താവിൽ നിന്ന് എനിക്കൊരു റെസ്പോണ്ട് അല്ലെങ്കിൽ ഒരു ശബ്ദം കേൾക്കാനോ ഒന്നും ഞാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ അവിശ്വസിക്കുന്ന ഒരു നാളിലേക്ക് ഞാൻ കടന്നു. എന്റെ വാക്കുകളിലൊക്കെ ദൈവം ഇല്ലായിരിക്കാം, അല്ലെങ്കിൽ ചിന്തകളിൽ ദൈവമില്ല, ഇതെല്ലാം നമ്മുടെ തോന്നലുകളായിരിക്കാം, അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ എന്റെ മാതാവും പിതാവും ഇത്രയും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പ്രയോജനപ്പെട്ടിട്ട് അനേകരെ നേടിയിട്ട് അനേക ആത്മീയ ശുശ്രൂഷകൾ സത്യസന്ധമായി ചെയ്തിട്ട് ഒന്നും കർത്താവ് എന്തുകൊണ്ട് ഞങ്ങളോടൊരു നീതിയോടെ പ്രവർത്തിക്കുന്നില്ല, അല്ലെങ്കിൽ കർത്താവ് എന്തുകൊണ്ട് സൗഖ്യമാക്കുന്നില്ല എന്നൊരു ചോദ്യം എന്റെ മുന്നിൽ വരികയുണ്ടായി. അങ്ങനെ ഞാൻ കുറച്ച് നാളുകൾ എന്റെ ജീവിതത്തിൽ കുറച്ച് ദിനങ്ങളൊക്കെ അങ്ങനെ പോയെങ്കിലും ആ നാളിലൊക്കെ ഞാൻ എഴുതാനായിട്ടൊക്കെ ഉള്ള ഒരു കൃപ എനിക്ക് കർത്താവ് തന്നു. ഞാൻ എഴുതുവാനൊക്കെ തുടങ്ങി. കർത്താവ് എനിക്ക് അങ്ങനെയുള്ള ഒരു ടാലന്റിലേക്കൊക്കെ കർത്താവിനെ നടത്തുന്ന ഒരു സമയമായിരുന്നു. അങ്ങനെ എന്റെ ഭവനത്തിൽ 3 ദിവസത്തെ ഒരു പ്രാർത്ഥന നടത്തുന്ന ഒരു ഉപവാസ പ്രാർത്ഥന സഭയ്ക്ക് വേണ്ടി നടത്തുമ്പോൾ എന്റെ വിടുതലും കൂടെ ലക്ഷ്യമാക്കിയിട്ടാണ് ആ പ്രാർത്ഥന നടത്തുന്നത്. ഒരു കർത്താവിൽ ഒരു അഭിഷിക്തനായ ഒരു ദേവദാസൻ ഞങ്ങളുടെ ഭവനത്തിലേക്ക് ആ ദിവസത്തേക്ക് ക്ഷണിക്കപ്പെടുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം കടന്നു വന്ന് 2 ദിവസം അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്ത് താൻ കടന്നുപോയി. 3-ാമത്തെ ദിവസം ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെ ഞാനും എല്ലാവരുടെയും കൂടെ ആയിരുന്നു. എന്നാൽ അന്ന് അദ്ദേഹത്തിന് ചില സാങ്കേതികമായ കാരണത്തിൽ തന്റെ വാഹനം വഴിയിൽ വെച്ച് പെട്ടെന്നൊരു പ്രയാസമുണ്ടായി, അങ്ങനെ കടന്നു വരാനായിട്ട് കഴിഞ്ഞില്ല. അന്ന് ഞാൻ വളരെ പ്രതീക്ഷയോടെ ദൈവസന്നിധിയിൽ ഇരിക്കുവാണ്. ഇന്ന് ലാസ്റ്റ് ഡേ ആണ്, ഇന്ന് എനിക്ക് സൗഖ്യം ലഭിക്കും, ഇന്ന് കർത്താവിനെ സൗഖ്യമാക്കും. എന്റെ വിശ്വാസം പലപ്പോഴും കൃപയുള്ള ദേവദാസന്മാരിൽ കൂടെ, അഭിഷേകമുള്ള ദേവദാസന്മാരിൽ കൂടെ വ്യാപരിക്കുന്ന ഒരു ദൈവത്തിന്റെ ശക്തിയെ കുറിച്ച് ഞാൻ അന്ന് വരെ തിരിച്ചറിഞ്ഞിരുന്നുള്ളൂ. അന്ന് ഞാൻ അങ്ങനെ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് മനസ്സിലായി, കുറെ സമയം കഴിഞ്ഞപ്പോൾ ദേവദാസൻ കടന്നു വരാതിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇന്ന് അദ്ദേഹം വരത്തില്ലെന്നുള്ളത്. അങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ സമർപ്പിച്ച കർത്താവെ എന്നെ നിരാശപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഉദ്ഘോഷിച്ചൊക്കെ ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്. വെള്ളം പോലും ഞാൻ കുടിക്കാതെ വളരെ കമ്മിറ്റഡ് ആയിട്ട് സമർപ്പണത്തോടെ ഞാൻ ആ 3 ദിവസമായിരുന്നു. ഞാൻ
ആളുകളോട് പോലും ഞാൻ ആരോട് സംസാരിക്കാതെ മാറിയിരിക്കുമായിരുന്നു. കർത്താവുമായിട്ട് മാത്രം കർത്താവിനെ വിടുവിച്ചേ മതിയാവും. ഈ യാക്കോബ് ദേവസന്നിധി മല്ലി പിടിച്ച പോലെ ഞാൻ ഈ വായിച്ച വചനങ്ങള് അല്ലെങ്കിൽ ഈ കേട്ട വചനങ്ങളൊക്കെ അന്ന് ആ രാത്രിയിലുള്ള പ്രാർത്ഥനയിൽ ഞാൻ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുക. കർത്താവെ എന്നെ സൗഖ്യമാക്കിയേ മതിയാവുള്ളൂ, എന്നെ സൗഖ്യമാക്കുന്നേ ഹോവ, നിന്നെ സൗഖ്യമാക്കുന്നേ ഹോവ. അതുപോലെ കർത്താവിന്റെ ആണിപ്പിണരുകളാലുള്ള സൗഖ്യത്തെ കുറിച്ച് ഞാനിങ്ങനെ ഡിക്ലെയർ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ആരാധനയുടെ ഇടയിൽ പെട്ടെന്ന് ഒരു കറണ്ട് ടച്ച് ചെയ്യുന്ന പോലെ എന്റെ ശരീരത്തിലേക്ക് ഒരു പരിശുദ്ധാത്മാവിന്റെ ഒരു ടച്ച് എന്റെ ശരീരത്തിൽ ഫീൽ ചെയ്യാനായിട്ട് ഞാൻ പെട്ടെന്ന് കർത്താവിന്റെ പ്രസൻസ് ഫീൽ ചെയ്യാണ്. കർത്താവിന്റെ ഞാൻ അക്ഷരീയമായ ദൈവത്തെ കണ്ടു എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ കർത്താവിന്റെ പ്രസൻസ് ഞാൻ അവിടെ ഫീൽ ചെയ്തു. പെട്ടെന്ന് എന്റെ കാലിന്റെ പാദം മുതൽ ആ ശിരസ് വരെ കംപ്ലീറ്റ്ലി ഒരു ശക്തി എന്റെ മേലേക്ക് വ്യാപരിക്കുന്നത് ഞാൻ അന്ന് ആ സമയത്ത് അനുഭവിക്കുകയാണ്. പെട്ടെന്ന് എന്റെ ശരീരത്തിന്റെ കെട്ടുകളൊക്കെ അഴിയപ്പെടുകയും, അതുവരെ എനിക്ക് ശരീരത്തിൽ ഒരു ഫ്രീഡം ഇല്ലായിരുന്നു. ഞാൻ നടക്കാനായിട്ട് എനിക്ക് നടക്കാൻ പ്രോപ്പർലി പറ്റത്തില്ലായിരുന്നു. കാല് ശരിക്കും നിവരുവോ ശരിക്കും മടങ്ങുവോ ഒന്നും 9 വർഷമായിട്ട് ഒരു സ്റ്റക്കായ രീതിയിലാണ് കാലായിരുന്നത്. അന്ന് രാത്രിയിൽ ഞാൻ കർത്താവിനെ തുള്ളിച്ചാടി കർത്താവിനെ ആരാധിക്കുകയാണ്. എന്റെ ആ മുറിവ് ഉണങ്ങുവാണ്. ഞാൻ പിന്നെ അത് ഒരു പൈപ്പിന്റെ അടുത്ത് പോയ ടാപ്പ് തുറന്ന് എന്റെ ആ മുറിവ് കഴുകുക, ആ ഒരു അനുഭവം ഒന്ന് ആലോചിച്ച് നോക്കിക്ക്. എത്ര ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഞാൻ ആ കർത്താവിന്റെ അത്ഭുതത്തെ കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ. അയ്യോ പറയുന്നത് പോലെ ഞാൻ ഇതുവരെ കേട്ടിട്ടേ ഉള്ളൂ, ഞാൻ ഇത് കണ്ടിരിക്കുന്നെന്ന് പറയുന്ന ഒരു അനുഭവത്തിലേക്ക് കർത്താവിനെ കൊണ്ടുവന്ന് അന്ന് ആ രാത്രിയിലാണ് ഞാൻ ഒരു പുതിയ വ്യക്തിയായിട്ട് തീർന്നത്. പെന്തിക്കോസിന്റെ അനുഭവത്തിലും പാരമ്പര്യത്തിലും ഒക്കെ ജനിച്ചു വളർന്നെന്ന് പറഞ്ഞാലും എന്റെ കർത്താവിനെ ക്ലോസ് ബൈ ഞാൻ അന്ന് അനുഭവിക്കുകയുണ്ടായി. അന്ന് ഞാൻ എന്നെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ചു. ഞാൻ പറഞ്ഞു, കർത്താവെ നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ, ഞാനിതാ നിന്റെ കരങ്ങളിൽ ഒരു പാത്രമായിട്ട് ഞാൻ ഏൽപ്പിച്ചു തരുന്നു എന്ന് ഞാൻ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിച്ചു കൊടുത്തു. അന്ന് ഞാൻ കർത്താവിന്റെ കൃപകളാൽ എല്ലാം നിറച്ചു. അവിടെ കടന്നു ദൈവങ്ങളോടൊക്കെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രവചനാത്മാവിൽ ഞാൻ ആലോചനകളും ദൂതുകളും ഒക്കെ അന്ന് പറയുണ്ടായി. ആ ആരാധന നീണ്ടു നിന്ന് കുറേ സമയത്തേക്ക്, ആ ഒരു ടൈമിനേക്കാൾ കൂടുതൽ സമയം ഞങ്ങളുടെ അന്നത്തെ മീറ്റിംഗ് നീണ്ടു നിന്നു. അങ്ങനെ കർത്താവ് അന്ന് എന്നെ ഒരു പുതിയ പേഴ്സൺ ആയിട്ട് തീർത്തു. അതിനുശേഷമാണ് ഞാൻ ഒരു കുഞ്ഞിനെ പോലെ നടക്കാൻ പരിശീലിച്ചത്. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു ജീവിതത്തെ കുറിച്ച് ചിന്തിപ്പാനോ അല്ലെങ്കിൽ പുറത്തോട്ട് ഇറങ്ങാനും യാത്ര ചെയ്യാനും പിന്നെ അങ്ങനെയൊക്കെ ഉള്ള ഒരു ജീവിതത്തിലേക്ക് ഞാൻ ഏബിൾ ആയിട്ട് വരുവാനായിട്ട് കർത്താവ് എന്നെ സഹായിച്ചതിന്റെ പ്രാപ്തിയിലേക്ക് കർത്താവ് കൊണ്ടുവന്നു. അങ്ങനെയാണ് ഞാൻ എന്നെ ദൈവസന്നിധി സമർപ്പിക്കുന്നത്. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ്. അന്ന് രാത്രി ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എന്നെ തന്നെ സമർപ്പിക്കുന്നു. അപ്പോഴത്തേക്കും സമയമെല്ലാം ഒരു ബൈബിൾ സ്കൂളുകളുടെ എല്ലാം ആ ഒരു ടൈം കഴിഞ്ഞിരുന്നു അഡ്മിഷനിലേക്ക്. എങ്കിലും ഞാൻ കർത്താവിന്റെ ആലോചന പ്രകാരം ഇന്ന സ്ഥലത്ത് പോകാനായിട്ട് എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ സെമിനാരിയിൽ അഡ്മിഷനായിട്ട് പോകുമ്പോൾ എനിക്ക് ആവശ്യമായ മതിയായ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ലായിരുന്നു. ഞാൻ ആ പാനലിന്റെ മുന്നിൽ ഇരിക്കുമ്പോൾ അവരുടെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ ഞാൻ ഏബിൾ അല്ലായിരുന്നു. ഞാൻ പറഞ്ഞു, എന്നോട് കർത്താവ് ഇന്ന സ്ഥലത്ത് വരാൻ പറഞ്ഞു, ഇന്ന സ്ഥലത്ത് സംസാരിക്കാൻ പറഞ്ഞു, നിനക്ക് അഡ്മിഷൻ ലഭിക്കുമെന്ന് പറഞ്ഞു. ആ വിശ്വാസത്തോടെയാണ് ഞാൻ വന്നത്. എന്റെ മറുപടിക്ക് മുന്നിൽ ആ ഒരു പാനലിൽ ഇരിക്കുന്നവർക്ക് ഒന്നും പറയാനായിട്ട് കഴിഞ്ഞില്ല. എന്റെ സാക്ഷ്യത്തിന്റെ മുന്നിൽ ആ ഒരു സാക്ഷ്യം മുഖാന്തരമാണ്, എന്റെ അനുഭവത്തിന്റെ സാക്ഷ്യം മുഖാന്തരം എനിക്ക് അവിടെ അഡ്മിഷൻ ലഭിക്കുകയുണ്ടായി. അങ്ങനെ ഞാൻ സെമിനാരിയിൽ എന്റെ പഠനം പൂർത്തീകരിച്ചു. ആ സമയത്തൊക്കെ എനിക്കിപ്പോൾ എന്റെ ഈ ഒരു 42 ഏജിൽ ഞാൻ വന്ന് നിൽക്കുകയാണ്. എന്റെ ഒരു 25 വർഷത്തിന്റെ കാലയളവിൽ ഒരിക്കൽ പോലും എനിക്കൊരു ആ ശരീരത്തിന് അസുഖമായിട്ട് ഞാൻ ആശുപത്രിയിൽ അഭയം നേടുവാനായിട്ട് ഇടയായില്ല. ദൈവങ്ങളെ, ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് പറയണം, നമ്മുടെ കർത്താവ് ജീവിക്കുന്ന ദൈവമാണ്. നമ്മുടെ കർത്താവ് സൗഖ്യമാക്കുന്ന ദൈവമാണ്. നമ്മളെ ഒരിക്കലും കൈവിടുന്ന ദൈവം അല്ല. അത് നമ്മൾക്ക് നമ്മുടെ ചുറ്റും നമുക്ക് എപ്പോഴും നമ്മുടെ കൂടെ ചലിക്കുന്ന ഒരു കർത്താവിന്റെ ആത്മാവിനെ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം എവറി സിംഗിൾ ഡേ കർത്താവുമായിട്ടുള്ള ഒരു ബന്ധത്തിലാണ് ഞാൻ ജീവിച്ചത്. കർത്താവിന് എന്നോട് സംസാരിക്കുവാൻ തുടങ്ങി. രാവിലെ എന്നെ എഴുന്നേൽപ്പിക്കും, ഞാൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും, ഞാൻ വചനം വായിക്കും. വ്യക്തിപരമായി കർത്താവുമായിട്ട് ഒരു ആഴത്തിൽ ഒരു ബന്ധത്തിലേക്ക് കർത്താവിനെ ഇറക്കി. മറ്റു മാനുഷികമായ എല്ലാ ആശ്രയങ്ങളും കർത്താവിൽ നിന്ന് വിച്ഛേദിച്ചുകൊണ്ട് കർത്താവ് ഞാനും മാത്രമായ ഒരു ബന്ധത്തിലേക്ക് കർത്താവിനെ ഇറക്കിയ നാളുകളാണ്
അങ്ങനെയാണ് അന്ന് പിറവം സെന്ററിലാണ് എന്റെ പിതാവ് കർത്താവിന്റെ വേലയിലായിരുന്നു. അബ്ദുൽച്ചാണ് ബാബുചുരയും പാസ്റ്ററിനെ പരിചയപ്പെടുവാൻ, അല്ലെങ്കിൽ എന്നെ വ്യക്തിപരമായി അദ്ദേഹത്തിന് അറിയുവാനൊക്കെ ഇടയായി. പലയിടങ്ങളിൽ അദ്ദേഹം എനിക്ക് കർത്താവിനെ സാക്ഷിപ്പാൻ അവസരമൊക്കെ നൽകിയിട്ടുണ്ട്. അന്നൊക്കെ ആ ചെറിയ പ്രായത്തിൽ കർത്താവിനെ സാക്ഷിപ്പാനും കർത്താവിന്റെ നാമത്തിന് വേണ്ടി ശക്തിയോടെ നിൽക്കുവാൻ എന്റെ ആ ഒരു നല്ല പ്രായത്തിൽ കർത്താവ് എന്നെ സഹായിച്ചു. അതുകൊണ്ടാണ് ആ ലാസർ മരിച്ച് 4 ദിവസമായി നാറ്റം വെച്ച് അവസ്ഥയിൽ ജീവന്റെ ആത്മാവിനെ എന്റെ കർത്താവിന് പകരുവാൻ കഴിയുമെങ്കിൽ ഇന്ന് ഞാൻ ജീവിക്കുന്ന സാക്ഷിയായിട്ട് നിങ്ങളുടെ മധ്യ ആയിരിക്കുകയാണ്. എന്റെ പഴുത്ത് അല്ലെങ്കിൽ പൊള്ളയായിരുന്ന ആ എല്ലുകളിലേക്ക് കർത്താവ് അതിന് വേണ്ടുന്ന മജ്ജയും അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന ബലവും നൽകി. എനിക്ക് പിന്നെ ആ ഒരു കാലിനൊരു ഡിസബിലിറ്റി തോന്നിയിട്ടില്ല. ഞാൻ അതിനുശേഷം മൈലുകൾ നടന്നിട്ടുണ്ട്, ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്, ഞാൻ ജോലിക്ക് പോയിട്ടുണ്ട്, ഞാൻ ഒരു കുടുംബിനിയായിട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ വർക്കുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. കർത്താവ് സൗഖ്യമാക്കുമ്പോൾ അങ്ങനെയാണ് ദൈവമക്കളെ, അതിന് ഒരു രീതിയിലും പിന്നെ ഒരു രീതിയിലും അതിനൊരു കേടുപാടുണ്ടാകത്തില്ല, ഒരു ഊനവും പിന്നെ നമുക്ക് പറയുവാൻ കഴിയില്ല. അതുപോലൊരു സൗഖ്യത്തിലാണ് എന്നെ കർത്താവ് എന്നെ പിന്നീടുള്ള നാളുകൾ വഴി നടത്തിയത്. അങ്ങനെ ഞാൻ ബൈബിൾ പഠനമൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം ഞാൻ എന്റെ എപ്പോൾ നാട്ടിൽ വരുന്ന സമയത്ത്, വീട്ടിൽ വരുന്ന സമയത്ത് ഞാൻ എന്റെ സമപ്രായക്കാരുള്ള എന്റെ സഹോദരിമാരോട് ഒരുമിച്ച് എന്റെ പിതാവ് ശുശ്രൂഷിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം പോയി. അന്നൊക്കെ എന്റെ ഉള്ളിൽ വലിയ ധൈര്യമായിരുന്നു. ദൈവാത്മാവ് എങ്ങനെ എന്നെ നടത്തിയെന്ന് ഞാൻ ഇന്ന് ഓർക്കുമ്പോൾ ഞാൻ ചിന്തിക്കും, എങ്ങനെ ഞാൻ ആ പ്രായത്തിലൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കടന്നു പോകുമായിരുന്നത്. ഞാൻ എന്റെ കൂട്ടുകാരോട് ഒരുമിച്ച്, സമപ്രായക്കാരോട് ഒരുമിച്ച് ട്രാക്റ്റുകളും ബൈബിളും ഒക്കെ ആയിട്ട് ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുമായിരുന്നു. കർത്താവിന്റെ സുവിശേഷം ഞാൻ പറയുമായിരുന്നു, എന്റെ അനുഭവങ്ങൾ പറയുമായിരുന്നു. അവിടെ വിതച്ച വിത്തുകളൊക്കെ പിന്നീട് 100 മേനി ഫലം കഴിച്ചതായിട്ട് ഞാൻ അറിയുണ്ടായി. അവര് പല കുടുംബങ്ങളും ദേവസഭയോട് ചേർന്നു എന്ന് ഞാൻ അറിവാനുണ്ടായി. വർഷങ്ങൾക്ക് ശേഷം എന്നെ വിളിക്കുകയുണ്ടായി. അങ്ങനെ ദൈവമക്കളെ, നമ്മൾ വിതയ്ക്കുന്ന അതൊന്നും ശൂന്യമായി പോവുകയില്ല. അതിന്മേലും മഴ വർഷിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്, അതിന്മേൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. കാലങ്ങൾ കഴിയുമ്പോൾ അതിന്മേൽ ഫലം നൽകുന്ന ഒരു ദൈവമുണ്ട്. ആ ഒരു അനുഭവത്തിൽ കൂടെ കർത്താവിനെ ആ നാളുകളിൽ കർത്താവിനെ നടത്തി. വളരെ തീഷ്ണതയുള്ളവളായിരുന്നു ഞാൻ കർത്താവിന് വേണ്ടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ മിഷൻ കോർഡിനേറ്റർ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സെമിനാറിൽ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ എഴുതി കൊടുത്തു എനിക്ക് വടക്കിന്ത്യയിലേക്ക് മിനിസ്ട്രിക്കായിട്ട് പോകണമെന്ന്. അങ്ങനെ എന്നെ ജാർഖണ്ഡിലേക്ക് അദ്ദേഹം എന്നെ നോമിനേറ്റ് ചെയ്യുവാണ്. ജാർഖണ്ഡ് എന്ന് പറയുമ്പോൾ വളരെ ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്, വളരെ ട്രൈബ്സ് ഉള്ള ഒരു സ്ഥലമാണ്. അപ്പം എന്നെ സ്നേഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവർ പറഞ്ഞു, ക്രിസ്റ്റി, ഇത് ഒരു അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ ആലോചിച്ചിട്ട് വേണം. വളരെ പ്രതികൂലങ്ങൾ അവിടെ നേരിടേണ്ടി വരും. ശരീരത്തിൽ നീ അത്ര പ്രാപ്തയാണോ? അല്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മധ്യാനാവുന്നുള്ള ആ വചനം. പിന്നെ ഞാൻ പറയുന്നത് മുഴുവൻ വചനമാണ്. അത് ആരെന്റെ അടുത്ത് വന്നാലും ഞാൻ വചനത്താലാണ് നേരിട്ടുകൊണ്ടിരുന്നത്. എന്റെ പിതാവും മാതാവും എന്നോട് സംസാരിച്ചാലും ഞാൻ ആ വചനം എടുത്തിട്ടാണ് ആ കാര്യങ്ങളെല്ലാം അന്ന് നേരിട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ എന്റെ കൂടെ എന്റെ കൂടെ പഠിച്ച ഒരു സ്റ്റുഡന്റും ഉണ്ടായിരുന്നു, എന്റെ കൂട്ടുകാരിയായിട്ടുള്ള. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ജാർഖണ്ഡിലേക്ക്. എനിക്കൊരു കൂട്ടായിട്ട് ഞങ്ങൾ അങ്ങനെ പോവുകയാണ്. യാത്രയിൽ ഒരു കൂട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ചെന്നു. പക്ഷെ എന്നെ മിഷൻ സ്റ്റേഷനിൽ അവിടെ ആക്കിയിട്ട് അവിടെ പോയി. ഞാൻ ഒറ്റയ്ക്കായിരുന്നു അന്ന്. കർത്താവ് എന്നോട് സംസാരിച്ചു. എനിക്ക് അവിടെ പല അനുഭവങ്ങളെല്ലാം കർത്താവ് എനിക്ക് നൽകി. മിനിസ്ട്രിയിലുള്ള ട്രെയിനിങ് നൽകി, എങ്ങനെ ഒറ്റയ്ക്കായിരിക്കാൻ, അല്ലെ എങ്ങനെ മിനിസ്ട്രിയിൽ ഒറ്റയ്ക്കായി നിൽക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിന്റെ പ്രതികൂലങ്ങൾ എന്താണ് എന്നൊക്കെ ഞാൻ മനസ്സിലാക്കി. ഞാൻ എനിക്കൊരു പാർട്ണറിന് വേണ്ടി ദിവസത്തിൽ പ്രാർത്ഥിച്ചു. ഞാൻ പലപ്പോഴും ഒറ്റയ്ക്കൊരു മിനിസ്ട്രി ആണ് ആഗ്രഹിച്ചത്. ഞാൻ പല മിഷണറിമാരുടെ ബയോഗ്രാഫീസ് എല്ലാം വായിച്ചു. ഒരു സഹോദരിയെ സംബന്ധിച്ച് ഒറ്റയ്ക്കുള്ള ശുശ്രൂഷ ചെയ്യാൻ എത്രമാത്രം സാധിക്കുമെന്ന്, അതിന്റെ പ്രായോഗികമായ ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ ഞാൻ എന്റെ അനുഭവത്തിൽ തന്നെ മനസ്സിലാക്കിയപ്പോൾ ഞാൻ ഒരു പങ്കാളിക്ക് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഞങ്ങളെ കുടുംബമായി അറിയുന്ന പലരിൽ നിന്ന് തന്നെ ആലോചനകളൊക്കെ ആ നാളുകളിൽ വന്നുവെങ്കിലും ഞാൻ അതിനെ എല്ലാം നിരുത്സാഹപ്പെടുത്തി. ഞാൻ പറഞ്ഞു, എനിക്ക് അതിന് സമയമായില്ലേ. ഞാൻ ഒരു സൗഖ്യമൊക്കെ പ്രാപിച്ചിട്ട് ഏകദേശം 3-4 വർഷമേ ആയിട്ടുള്ളൂ. ഞാൻ ജീവിതത്തിന്റെ ഒരു പ്രാപ്തിയിലേക്കൊക്കെ വരുന്ന സമയമാണ്. ഞാനത് പിതാവിനെയും മാതാവിനെയും അതിനെല്ലാം നിരുത്സാഹപ്പെടുത്തി. എങ്കിലും എന്റെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ഉണ്ടായിരുന്ന എനിക്ക് യോജിച്ചൊരു പങ്കാളിയെ കർത്താവ് നൽകണമേ. എന്റെ ശാരീരികമായ അവസ്ഥകളിൽ നാളെ എന്നെ നിന്ദിക്കാത്ത, അതിനെ കുറ്റം പറയാത്ത ഒരു വ്യക്തി എന്റെ ജീവിതത്തിലേക്ക് വരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എന്റെ ഡയറിയിൽ എഴുതി ഞാൻ പ്രാർത്ഥിക്കുകയുണ്ടായി.
അങ്ങനെയാണ് എനിക്ക് പ്രസിദ്ധനായ പാസ്റ്റർ ജോർജുട്ടിയുടെ മകനിൽ നിന്നൊരു വിവാഹാലോചന വരുന്നത്. അദ്ദേഹം ഞാൻ പഠിച്ച സെമിനാരിൽ പഠിച്ചതാണെങ്കിലും ഞങ്ങൾ തമ്മിൽ യാതൊരു പരിചയവുമില്ല. ഞാൻ ആയിരുന്ന ആ മിഷൻ സ്റ്റേഷനിൽ താൻ വർക്ക് ചെയ്ത വ്യക്തിയാണ്. എന്നാൽ അവിടെ താൻ ട്രാൻസ്ഫർ ആയി ജമ്മുവിലേക്ക് കടന്നുപോയി. എന്നാൽ എന്നെ കുറിച്ച് ഞാൻ സാക്ഷ്യങ്ങളും അല്ലെ എന്റെ അനുഭവങ്ങളും ഒക്കെ താൻ പലരും അറിയുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഞങ്ങൾ തമ്മിൽ ഒരു പരിചയം ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരു പ്രപ്പോസൽ ആയിട്ട് വരികയും അപ്പോഴും താൻ എന്നോട് സംസാരിച്ചപ്പോൾ, വിവാഹത്തിന് മുന്നേ എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ എന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇതാണ്. എന്റെ പിതാവ് ഒരു സുവിശേഷകനാണ്. സാമ്പത്തികമായി ഞങ്ങൾ വലിയ മെച്ചമുള്ളവരല്ല. കർത്താവിൽ വിശ്വാസത്താൽ ജീവിക്കുന്നവരാണ്. എനിക്ക് 2 ഇളയ സഹോദരിമാരാണ്. ശാരീരികമായ ക്ലേശങ്ങളിൽ കൂടെ, കഠിനമായ പരിശോധനകളിൽ കൂടെ കടന്നു വന്ന ഒരു ജീവിതമാണ്. താങ്കൾക്ക് സ്വീകരിക്കാൻ കഴിയുമോ എന്ന് ഞാൻ സംശയത്തോടെ സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ കർത്താവിന് വേണ്ടി സകലവും ത്യജിച്ചവനാണ്. എനിക്ക് എന്നോട് പറഞ്ഞ വാക്യം ഇതാണ്. എബ്രാഹിം ലേഖനം അതിന്റെ 11-ാം അധ്യായം 24-ാമത്തെ വാക്യമാണ് എന്നോട് പറഞ്ഞ. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടു കൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. ആ വാക്യം എന്നോട് പറയുണ്ടായി. ഞാൻ വളരെയധികം കർത്താവിൽ സന്തോഷിക്കുകയുണ്ടായി. കാരണം എന്റെ ഏകദേശം ആ ഒരു ദർശനവും എന്റെ ഒരു മനസ്സും ഒക്കെ ഞാൻ അദ്ദേഹത്തിൽ കാണുവാനായിട്ട് ഇടയായി. തനിക്ക് ഒന്നും ഈ ലോകത്തിന്റെ യാതൊരു കാര്യത്തിലും താല്പര്യമില്ലായിരുന്നു. തനിക്ക് വേണമെങ്കിൽ തന്റെ ആ കുടുംബ പശ്ചാത്തലം അനുസരിച്ച് ഏറ്റവും യോഗ്യമായ ഒരു വിവാഹബന്ധത്തിലേക്ക് അല്ലെങ്കിൽ സാമ്പത്തികമായ ഉന്നതിയിലേക്ക് സുഖ സൗകര്യങ്ങളിലേക്കൊക്കെ താൻ പോകാമായിരുന്നു. എന്നാൽ കർത്താവിനെ വളരെയധികം സ്നേഹിച്ച്, കർത്താവിന്റെ വേലയെ വളരെയധികം സ്നേഹിച്ച് എല്ലാം ത്യജിക്കുവാൻ തയ്യാറായ ഒരു വ്യക്തിയെ എനിക്ക് എന്റെ ജീവിതത്തിൽ ലഭിക്കുകയുണ്ടായി. അങ്ങനെ ഈ വിവാഹത്തെ കുറിച്ച് ഞങ്ങളുടെ 2 മാതാപിതാക്കളും സംസാരിച്ച് അങ്ങനെ അത് വിവാഹത്തിലേക്ക് എത്തിച്ചേർന്നു. വിവാഹത്തിന് ശേഷം ഞങ്ങൾ നേരെ വടക്കേന്ത്യയിലേക്കാണ് കടന്നു പോകുന്നത്. എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ എന്നിൽ നിന്ന് ആവശ്യപ്പെട്ടത്, നീ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് എന്റെ ജീവിതത്തിൽ വേണ്ടത്. മിനിസ്ട്രിയിൽ എവിടെ ഏത് പ്രതികൂല സാഹചര്യങ്ങളിൽ എന്റെ കൂടെ നിൽക്കാൻ എനിക്ക് കഴിയണം. വിശ്വാസത്തിൽ ഒരിക്കലും തളർന്നു പോകരുത്, പിറുപിറുക്കരുത്. എന്തെല്ലാം കഷ്ടതയുടെ ശോധനയിൽ കൂടെ കടന്നു പോയാലും പിറുപിറുക്കരുത് എന്നൊരു കാര്യം മാത്രമേ എന്നോട് ആവശ്യപ്പെട്ടുള്ളൂ. അങ്ങനെ ഞങ്ങള് വടക്കേന്ത്യയിലേക്ക് പോകുമ്പോൾ ഞങ്ങളുടെ മാതാപിതാക്കൾ ഒന്നും ആ സമയത്ത് അവരെ കൊണ്ടൊന്നും ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാവുന്ന ഒരു സാഹചര്യം അല്ലായിരുന്നു. എന്റെ പിതാവിന് വളരെ ബാധ്യതയുള്ള ഒരു സമയം. അങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ കൂടെ അവർക്ക് ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല ഞങ്ങൾ വടക്കേന്ത്യയിൽ മിനിസ്ട്രിയിലേക്ക് പോകുന്നത്. എന്നാൽ ഞങ്ങളുടെ സ്വയം ചോയ്സ് ആണ്, ഞങ്ങളുടെ തെരഞ്ഞെടുപ്പാണ്. ഞങ്ങൾ ഇതെല്ലാം തെരഞ്ഞെടുത്താണ് കർത്താവിന് വേണ്ടി, കർത്താവിന്റെ നാമത്തിന് വേണ്ടി. ഈ 11-ാം അധ്യായം എബ്രായർ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്ന 1-ാമത്തെ വാക്യത്തിൽ തന്നെ, 1-ാമത്തെ വാക്യം നമുക്ക് അറിയാവുന്ന വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാവുന്നു. ഞങ്ങളുടെ ഫെയ്ത്ത് അതായിരുന്നു, ഞങ്ങളുടെ വിശ്വാസം അതായിരുന്നു, ഞങ്ങളുടെ നിശ്ചയം അതായിരുന്നു. പൂർവന്മാർക്ക് സാക്ഷി ലഭിച്ചത് അതിനാലല്ലോ എന്ന് പറഞ്ഞാൽ ആദിമ പിതാക്കന്മാരുടെ ആ വിശ്വാസം അതുപോലെ കാക്കണമെന്ന് ഞങ്ങൾക്ക് 2 പേർക്കും നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അപ്രകാരം തന്നെയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഞങ്ങൾ നടത്തിയിരുന്നത്. വടക്കേ ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ കർത്താവ് ഞങ്ങളെ അയച്ചു. ഉന്നതമായ സാഹചര്യങ്ങളിൽ ഞങ്ങളെ അയച്ചു. ഞങ്ങൾക്ക് ഇരിക്കാൻ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ലഭിക്കാവുന്നതിലും യോഗ്യമായതും ഉന്നതമായ സാഹചര്യങ്ങൾ കർത്താവ് ഞങ്ങൾക്ക് നൽകി. ഉയർച്ച താഴ്ചകളിൽ കൂടെ എല്ലാം കർത്താവ് ഞങ്ങളെ കടത്തിവിട്ടു. എന്നാൽ പ്രിയ ദൈവമക്കളെ, എനിക്ക് പറയാനായിട്ടുള്ളത് അവിടെ ഒക്കെ കർത്താവിനെ ഉയർത്തുവാനായിട്ട് സാധിച്ചു. അച്ഛന്റെ മിനിസ്ട്രി കൂടുതലും താൻ അഡ്മിനിസ്ട്രേഷൻ ലെവലിലായിരുന്നു. വളരെ ഇന്റലിജന്റ് ആയ ഒരു വ്യക്തിയായിരുന്നു. ഞാൻ പലപ്പോഴും ആത്മാവിൽ ചലിക്കുമ്പോൾ അച്ഛന് കൂടുതലും ആത്മാവിലും അതുപോലെ ബുദ്ധിയിലും ചലിക്കുവാൻ ഒരു കൃപയുണ്ടായിരുന്നു. അതുകൊണ്ട് ബൈബിൾ സ്കൂളുകളുടെ അഡ്മിനിസ്ട്രേഷന്, മിനിസ്ട്രിയുടെ ഓർഗനൈസ് ചെയ്യുക, മീറ്റിങ്ങുകൾ ഓർഗനൈസ് ചെയ്യുക, ഒന്നും അറിയേണ്ട ഒരു കാര്യം അച്ഛന്റെ കയ്യിലോട്ട് ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. അത്ര സിൻസിയർ ആയിട്ടാണ് തന്റെ ഒരു സ്വന്തം കാര്യം, ഒരു സ്വന്തം വേല ചെയ്യുന്നത് പോലാണ് സിൻസിയർ ആയിട്ടാണ് താൻ ചെയ്തത്. അങ്കിള് പറഞ്ഞല്ലോ, എന്റെ പ്രിയപ്പെട്ടവൻ കഴിഞ്ഞ ഈ 2020 ജനുവരി 4-ന് താല്പര്യം വെച്ച കർത്താവിലേക്ക് ചേർക്കപ്പെട്ടു. ഞാൻ പറഞ്ഞല്ലോ, വളരെ കഠിനമായ പരിശോധനകളിൽ കൂടെ കടന്നുപോയപ്പോൾ എനിക്കെല്ലാമായിട്ടാണ് എന്റെ പ്രിയപ്പെട്ടവൻ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. എനിക്ക് തുണ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി
എനിക്ക് എന്റെ കാലിന് ഒരു ബലഹീനതയുള്ള സാഹചര്യത്തിൽ എനിക്കൊരു തുണിയേക്കാൾ കൂടുതൽ എന്റെ ഒരു സുഹൃത്തായിരുന്നു. ഞങ്ങൾ ജീവിതം ഒരുമിച്ച് ഒരു പാർട്ട്ണർഷിപ്പിലായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് എഴുന്നേൽക്കുക, ഒരുമിച്ച് പ്രാർത്ഥിക്കുക, ഒരുമിച്ച് അടുക്കളയിലേക്ക് ഞാൻ ഒരു കാപ്പി രാവിലെ ഉണ്ടാക്കി കൊടുത്താൽ മതി, അത് കഴിഞ്ഞ് പതുക്കെ എന്റെ അടുക്കൽ വന്ന് കിച്ചണിൽ എന്റെ കൂടെ എല്ലാം ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഒന്നും ലോകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു പങ്കാളിയെ ലഭിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. തനിക്ക് യാതൊരു ഈഗോസോ അല്ലെങ്കിൽ ഒരു എക്സ്പെക്ടേഷനോ ഒന്നുമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു. ഒരു പ്രത്യേക ഒരു പ്രകൃതിയായിരുന്നു അച്ഛൻ്റെ. എന്റെ കൂടെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യും. ഞാൻ തുണി കഴുവാണ്, അത് വിരിച്ചിടാൻ വരും, എല്ലാം ഒരു മാനുഷികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എനിക്കുണ്ടായ നഷ്ടം പറഞ്ഞറിയിക്കാൻ കഴിയില്ല ദൈവമക്കളെ. ഞാൻ മാനുഷികമായി ചിന്തിച്ചു കഴിഞ്ഞാൽ എന്റെ ആയുസ് മുഴുവൻ എനിക്കിരുന്ന് കരയാനുള്ള വകയുണ്ട്. കാരണം 20 വർഷം എന്നെ സ്നേഹിച്ചതും എനിക്ക് പങ്കാളിയായി തീർന്നതും എനിക്ക് ഒരു ആയുസ് മുഴുവൻ ഓർക്കാനുള്ള ഓർമ്മകളാണ് എന്റെ ജീവിതത്തിൽ അച്ഛൻ എനിക്ക് തന്നിട്ട് പോയത്. ഞങ്ങൾ ഒരുമിച്ച് 10 മണി 11 മണിയാകുമ്പോൾ എല്ലാ പണികളും വീട്ടിൽ തീർത്തിട്ട് ഞങ്ങൾ ആദ്യ കാലങ്ങളിലൊക്കെ ഞങ്ങൾ മിനിസ്ട്രിക്ക് ഇറങ്ങി ആ സമയത്തൊക്കെ ബൈക്കിൽ ഞങ്ങൾ ഒരുമിച്ച് പോകും. അതും 100, 150, 170 കിലോമീറ്റർ ഒക്കെയാണ്. ഞങ്ങൾ 100 കിലോമീറ്റർ ഒക്കെ ഞങ്ങൾ ബൈക്കിൽ യാത്ര ചെയ്ത ആ അനുഭവങ്ങളുണ്ട്. അവിടെ പോയി നമ്മൾ മീറ്റിങ്ങുകൾ അറേഞ്ച് ചെയ്യുക, മെസ്സേജ് പറയുക, വളരെ അത് ആ കഷ്ടപ്പാടിന്റെ എല്ലാ മധ്യത്തിലും ഞങ്ങൾക്ക് വളരെ ആത്മീയ അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ആ അനുഭവങ്ങളൊന്നും ഒരിക്കലും മറക്കാൻ കഴിയില്ല. അതുപോലുള്ള അനുഭവങ്ങളാണ്. അനേക ആത്മാക്കളെ നേടുവാൻ, അനേകരെ സ്നാനപ്പെടുത്തുവാനായിട്ട് സഭ സ്ഥാപിച്ചൊന്നും എനിക്ക് പറയുവാനായിട്ട് കഴിയില്ല. അനേക യൗവനക്കാരെ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി വാർത്തെടുക്കുവാനായിട്ട് തന്റെ ശുശ്രൂഷയിൽ കൂടെ കർത്താവ് ഉപയോഗിച്ച് തന്റെ പിതാവ് ചെയ്തതുപോലെ തന്നെ വളരെ സാക്ഷ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. എപ്പോഴും അച്ഛൻ എന്നോട് പറയുന്നത്, നമുക്ക് വേറെ ഒന്നുമില്ലെങ്കിലും കർത്താവിന്റെ സാക്ഷികളായിരിക്കും, ക്രിസ്തുവിന്റെ സാക്ഷികളായിരിക്കും നമ്മളായിരിക്കുന്ന സഭയിലും സമൂഹത്തിലും കുടുംബത്തിലും. നമുക്ക് വേറെ ആരും ഒത്തിരി ആളുകളെ നേടുവാൻ കഴിയില്ലെങ്കിൽ ഒരാളെങ്കിലും കർത്താവിനാൽ ആകർഷിക്കാൻ കഴിയുന്ന ഒരു സ്വഭാവമായിരിക്കണം നമുക്ക് ഉണ്ടായിരിക്കേണ്ടതെന്ന് താൻ എപ്പോഴും പറയാം. അതുപോലെ വളരെ ശാന്തമായ സ്വഭാവമായിരുന്നു. എന്ത് വിഷയങ്ങൾ വന്നാൽ അത് മറ്റുള്ളവർ തമ്മിലുള്ള വിഷയങ്ങളാണെങ്കിൽ അതിന്റെ ഇടയിൽ ഒരു കോംപ്രമൈസർ ആയിരുന്നു അച്ഛൻ. ഒരിക്കലും അതൊരു കോംപ്ലിക്കേറ്റഡ് ആക്കത്തില്ല. രണ്ടുപേരെയും വിളിച്ചിട്ട് അത് സാരമില്ലെന്ന് പറയുമ്പോൾ അവിടെ കർത്താവിൽ കൂടെ വ്യാപരിക്കുന്ന ഒരു കൃപയുണ്ടായിരുന്നു. ആ വാക്കുകളിൽ കൂടെ ഒരു ഹീലിംഗ് ഉണ്ടാവുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തന്റെ ജീവിതത്തിൽ വ്യക്തിപരമായി കർത്താവിനെ അടുക്കുവാൻ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. 2010 ഒരു ആക്സിഡന്റ് ഉണ്ടായ സമയത്ത് എന്നെ പോലെ തന്നെ ഒരു കാലിന് ഫ്രാക്ചർ ഉണ്ടായി. വളരെയധികം ആ സമയത്തും ഞാൻ ചിന്തിച്ചു, കർത്താവ് എനിക്ക് വളരെ ബലമുള്ള ആരോഗ്യമുള്ള ഒരു പങ്കാളിയെ നൽകി, അദ്ദേഹത്തിനും ഇങ്ങനെ ഒരു അവസ്ഥ വരുത്തിയല്ലോ എന്ന് ഒക്കെ ചിന്തിച്ചു. ഇതിൽ കൂടെ ഒക്കെ കർത്താവ് എന്നെ പഠിപ്പിച്ച ഒരു കാര്യം എന്തെന്ന് പറയുന്നത്, നിന്റെ ആശ്രയം കർത്താവാണ്. നിന്റെ ജീവിതത്തിന്റെ കർത്താവ് ദൈവമാണ്. ആ ഒരു ആശ്രയത്തിലേക്കാണ് ഈ 20 വർഷം എന്റെ ജീവിതത്തിൽ നിന്ന് കർത്താവ് എന്നെ പഠിപ്പിച്ചത്. കാരണം ഞാൻ എന്റെ പങ്കാളിയിലും എന്റെ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ കർത്താവ് ദാനമായി നൽകി. ഒരു രീതിയിലും പരാതികളോ ഒന്നുമില്ലാത്ത ഒരു കുഞ്ഞാണ്. ഇന്നത്തെ തലമുറയ്ക്കുള്ള യാതൊരു രീതിയിലുള്ള ചാബല്യങ്ങളും ഇല്ലാതെ ഉള്ള ലിമിറ്റേഷനിൽ മാത്രം ജീവിക്കാൻ ഞങ്ങളുടെ വേലയ്ക്ക് ഏറ്റവും സഹായമായ ഒരു കുഞ്ഞിനെയാണ് കർത്താവ് ഞങ്ങൾക്ക് നൽകി. അങ്ങനെ ആ കുടുംബജീവിതത്തിന്റെ സന്തോഷത്തിലും ഒക്കെ ഞാൻ അങ്ങ് ഒതുങ്ങിപ്പോകുകയായിരുന്നു. അപ്പോൾ കർത്താവ് എന്നോട് ഈ ദിവസങ്ങൾ എന്റെ പ്രിയപ്പെട്ടവൻ എന്നിൽ നിന്ന് മാറിക്കഴിഞ്ഞപ്പോൾ, ഞാൻ ഒറ്റയ്ക്കായപ്പോൾ, ഒരു ചിറക് നഷ്ടപ്പെട്ടവളെ പോലെ ഞാൻ ആയിരുന്നു. അദ്ദേഹത്തിന് ശാരീരികമായ ഒരു പ്രയാസങ്ങളും ഉണ്ടായിരുന്നല്ല. വളരെ ഹെൽത്ത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. കളിക്കുകയും അല്ലെങ്കിൽ വോക്ക് ചെയ്യുകയും അങ്ങനെ ഹെൽത്ത് വളരെ നന്നായി മെയിൻറ്റെയിൻ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ആക്സിഡന്റ് ഉണ്ടായതിനു ശേഷം, കാലിന് ഫ്രാക്ചർ ഉണ്ടായ ശേഷം താൻ കളിയിൽ ഒക്കെയും തനിക്ക് അതുപോലെ ഒന്നും ക്രിക്കറ്റ് കളിക്കാനോ അല്ലെങ്കിൽ സ്പോർട്സിലൊന്നും തന്റെ ശരീരത്തെ ആ രീതിയിൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു. സ്വല്പം ഫാറ്റി ആയിരുന്നു ശരീരം. അതിൽ കവിഞ്ഞ് ഒന്നും പറയുവാനായിട്ടില്ല. വേറെ ശാരീരികമായി യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നല്ല. എന്നാൽ ഞങ്ങൾ ആയിരുന്ന പാകിസ്ഥാന്റെ ബോർഡറിലാണ്. ഫിറോസ്പൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അവിടുത്തെ ആ ഒരു അത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലമൊന്നുമല്ല. വളരെ അൺഡെവലപ്ഡ് അല്ലെങ്കിൽ ഡെവലപ്പിംഗ് സ്റ്റേജിലുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ ആയിരുന്നത് കുറച്ച് നിലവാരമൊക്കെ കുറഞ്ഞൊരു സാഹചര്യത്തിൽ ഞങ്ങളുടെ ജീവിത ശൈലിയിലൊക്കെ മാറ്റം വന്നിരുന്നു. ഫുഡൊക്കെ ആണെങ്കിലും ഞങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചൊക്കെയാണ് കഴിച്ചത്. തനിക്ക് ശാരീരികമായി യാതൊരു പ്രയാസങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ഞങ്ങൾ മിഷൻ സ്റ്റേഷനിലൊക്കെ പോകുമ്പോൾ, ഓരോ ഭവനങ്ങളിലൊക്കെ കടന്നു പോകുമ്പോൾ അവിടെ ഞങ്ങൾക്ക് തരുന്ന ആഹാരം ഒക്കെ ഞങ്ങൾ കഴിച്ചിട്ട് വരുമ്പോൾ പലപ്പോഴും ഗ്യാസ്ട്രിക് ഉണ്ടാകുകയും അസിഡിറ്റി ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് നോർമലി എല്ലാവർക്കും ഉണ്ടാവുന്ന പോലെയാണ് ധരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ എനിക്ക് മരണത്തിന് ആ ഒരു 2 ദിവസം മുന്നേ അന്ന് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഈ
ജനുവരി 2 ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അന്ന് ഈവനിങ്ങിൽ പ്രെയർ ലൈനിന്റെ ഒരു മീറ്റിങ്ങിന് വേണ്ടി, അതിന്റെ മീറ്റിങ്ങിന് വേണ്ടി താൻ ഇരുന്ന് അത് ഓർഗനൈസ് ചെയ്ത് വളരെ സന്തോഷവാനായിരുന്നു. വളരെ സംതൃപ്തിയോടെ വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നതാണ് ഞാൻ കണ്ടത്. അന്ന് ഞാൻ ആഹാരം ഉണ്ടാക്കി അല്പം റൊട്ടിയും കറിയും ഒക്കെ ഉണ്ടാക്കി കൊണ്ടു കൊടുത്തു. അത് വളരെ സന്തോഷത്തോടെ കഴിച്ച് കഴിഞ്ഞ് തന്റെ മാതാവിനോടും പിതാവിനോടും ഫോണിലെല്ലാം സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് എന്നോട് പറഞ്ഞു, ക്രിസ്റ്റി എനിക്കിങ്ങനെ ഒരു അസിഡിറ്റി ഫീൽ ചെയ്യുന്നത് പറഞ്ഞു. എന്നോട് സാധാരണ പറയാറുള്ള പോലെ ഇത്തിരി ജീരകവെള്ളം തിളപ്പിച്ചതാ, ഇത്തിരി ചൂടുവെള്ളം തരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇച്ചിരി ചൂടുവെള്ളം ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്തു. അത് കുടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെയും തനിക്ക് കിടക്കാനൊന്നും കഴിയുന്നില്ല എന്ന് പറഞ്ഞ് പുറമൊന്ന് തട്ടിത്താ, അത് കുറച്ച് ഗ്യാസ് ഒക്കെ ഒന്ന് പോയി. അപ്പൊ ഞാൻ ചിന്തിച്ചു ആൾക്ക് കുഴപ്പമൊന്നുമില്ല, നോർമലി ഇങ്ങനെ ഗ്യാസ്ട്രിക് ഒക്കെ ഉണ്ടാവുന്നതാ. അങ്ങനെ രാത്രിയിൽ ഇടയ്ക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടായപ്പോഴും എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി പിന്നെ വന്ന് കിടന്നു. അങ്ങനെ അന്ന് രാത്രി പോയി. പിറ്റേ ദിവസം പകലും പ്രയാസം ഉണ്ടായി. അങ്ങനെ അടുത്തുള്ള ഒരു ഞങ്ങൾ സാധാരണ പോകുന്ന ഒരു മെഡിക്കൽ ഷോപ്പ്, അവർ ഡോക്ടറും ഇരിക്കുന്ന ഒരു മെഡിക്കൽ ഷോപ്പാണ്. അദ്ദേഹത്തിന് അവിടെ കാണുവാൻ കഴിഞ്ഞില്ല. ആ മെഡിക്കൽ ഷോപ്പിന്റെ ഓണർ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചിട്ട് 5 ദിവസമായിട്ട് അത് അടഞ്ഞു കിടക്കുകയാണ്. അപ്പൊ എല്ലാ വാതിലുകളും അടഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ്. പെട്ടെന്ന് അടുത്ത ഒരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ്. അവിടെ ഡോക്ടേഴ്സ് വന്നിട്ടില്ല. രാവിലെ ഏർലി ടൈമിലാണ് അച്ഛൻ പോകുന്നത്. അവിടുത്തെ തണുപ്പും ആ ഒരു വടക്കേ ഇന്ത്യയിൽ അറിയാമല്ലോ, വിന്റർ സമയമാണ്. ഈ വർഷം എല്ലാ വർഷത്തേക്കാളും കഠിനമായ തണുപ്പും മഞ്ഞുമായിരുന്നു. 6 മണി 7 മണി 8 മണി ആയാലും മഞ്ഞ് മാറാത്ത ഒരു സമയമായിരുന്നു. എല്ലാം ഞങ്ങൾക്ക് പ്രതികൂലമായിരുന്നെന്ന് വേണം പറയാനായിട്ട്. ഒരു രീതിയിലും നമുക്ക് അങ്ങോട്ട് ഒരു മെഡിക്കൽ ഹെൽപ്പ് ആദ്യം ലഭിക്കാനായിട്ട് കഴിഞ്ഞില്ല. അവിടെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് വാങ്ങിച്ചിട്ട് അച്ഛൻ തിരിച്ചു പോയി. അച്ഛന് അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല, ഒത്തിരി നേരം വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ താൻ ഭവനത്തിലേക്ക് വന്നു. ഞങ്ങളുടെ ഒരു മെയിൽ നഴ്സിനെ അവിടെ അറിയുന്നു. അദ്ദേഹത്തെ വിളിച്ച് അദ്ദേഹം വരാന്ന് പറഞ്ഞിട്ടും വന്നില്ല. അന്നത്തെ പകലും അങ്ങനെ വാങ്ങിച്ച് മരുന്ന് കഴിച്ചും ബ്രെഡ് കഴിച്ചൊക്കെ അങ്ങ് കടന്നുപോയി. അന്ന് രാത്രിയിൽ വച്ചിച്ച് പ്രയാസം കാണിക്കുമെങ്കിലും നന്നായി ഉറങ്ങുവാണ് ചെയ്ത്. ഉറക്കത്തിനൊന്നും ഒരു പ്രയാസം ഉണ്ടായില്ല. 4-ാം തീയതി രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ എന്നോട് പറയാണ്, എനിക്ക് ഭയങ്കര അസ്വസ്ഥത തോന്നുന്നു. ഞാൻ പറഞ്ഞു, പെട്ടെന്ന് നമുക്ക് അടുത്തുള്ള ആരെങ്കിലും വിളിക്കാം, ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു. എനിക്ക് ആദ്യം ഇച്ചിരി ചൂടുവെള്ളം തരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ചൂടുവെള്ളം ഉണ്ടാക്കി എന്റെ പ്രിയപ്പെട്ടവന്റെ അടുത്തോട്ട് ചെല്ലുമ്പോഴാണ് താന് ബ്ലഡ് പെട്ടെന്ന് ഒമിറ്റ് ചെയ്യുകയും പെട്ടെന്ന് എന്റെ ദേഹത്തോട്ട് ഇങ്ങനെ വീണ് താൻ പ്രാണനെ വിടുവാണ് ചെയ്യുന്നത്. എനിക്ക് അപ്പൊ തന്നെ മനസ്സിലായി അച്ഛൻ എന്നെ വിട്ടു പോയെന്നുള്ളത്. പെട്ടെന്ന് ആളുകളെല്ലാം എന്റെ മോൻ ചുറ്റുപാടുള്ളവരെല്ലാം വിളിച്ച് അവര് വന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അന്നേരം ECG ചെക്ക് ചെയ്യാണ്. അന്നേരം താൻ ഡോക്ടർ ഡെത്ത് കൺഫേം ചെയ്യാണ്. ഞാനൊരു ജീവച്ഛവത്തെ പോലെ ഞാൻ ആയിരുന്നു. ഞാൻ ഇതൊന്നും വാക്കുകളിൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഞാൻ കടന്നുപോയ സാഹചര്യങ്ങളും ദുഃഖങ്ങളും എല്ലാം ഞാൻ ചിന്തിക്കുകയാണ്, കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്താൽ കർത്താവ് നടത്തും. എന്റെ അച്ഛന്റെ ആഴമേറിയ വിശ്വാസം. ഇന്നലെയും കൂടെ ഞാൻ എന്റെ മകനോട് സംസാരിച്ച് പറയാണ്, എന്റെ ഡാഡിയുടെ ഫെയ്ത്ത് എത്ര സ്ട്രോങ് ആയിരുന്നു മമ്മി. ഡാഡി ഫെയ്ത്ത് കാരണമാണ് ജീവിച്ചത്. ഡാഡി ഇത്രയും സ്ട്രഗിൾ ചെയ്യേണ്ട ആളല്ലായിരുന്നു. ഡാഡി ഇത്രയും സ്ട്രഗിൾ ചെയ്ത്. ഞാൻ പറഞ്ഞു, മോനെ, നമ്മൾ സ്ട്രഗിൾ ചെയ്യാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്, നമ്മൾ കഷ്ടതയ്ക്കായിട്ട് വിളിക്കപ്പെട്ടവരാണ്. ഞാൻ ഈ 11-ാം അധ്യായം ഞാൻ അവനോട് പറഞ്ഞു, മോൻ ഇത് വീണ്ടും വായിക്കണം. ഇവരെല്ലാം നമ്മുടെ പൂർവ്വപിതാക്കന്മാരെല്ലാം മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തെന്നാ പറയുന്നത്. അവര് കഷ്ടതയെല്ലാം അവർ തെരഞ്ഞെടുത്തതാണ്. ഇതൊന്നും വേണ്ടെന്ന് നമ്മൾ മനഃപൂർവ്വം വേണ്ടെന്ന് വെച്ച് നമുക്ക് നല്ലൊരു സ്ഥലത്ത് താമസിക്കാനായിട്ട് അവസരങ്ങൾ ലഭിക്കാഞ്ഞിട്ടാണോ? നമുക്ക് കോണ്ടാക്ട്സുകൾ പലരും ഉണ്ട്, നമ്മളെ സ്നേഹിക്കുന്ന പലരും ഉണ്ട്, പല ഓപ്പർച്യൂണിറ്റീസും ഉണ്ടായിരുന്നു. എന്നാൽ അത് ഒക്കെ വേണ്ടെന്ന് വെച്ച് കർത്താവിന്, അതുകൊണ്ട് അവർ അവരുടെ ആത്മാവിനെ നേടി എന്നാണ് നമ്മൾ ഈ വചനത്തിൽ വായിക്കുന്നത്. അതുകൊണ്ട് നിത്യജീവനെ നേടി എന്നാണ് വായിക്കുന്നത്. തന്റെ ആത്മാവ് നഷ്ടപ്പെടാതെ വേണം നിത്യജീവനിലേക്ക് താൻ ചേർക്കപ്പെടുകയുണ്ടായിരുന്നു. എന്റെ മകനെ ഞാൻ പറഞ്ഞ് ബലപ്പെടുത്തുകയുണ്ടായി. ആ സാഹചര്യത്തില് പെട്ടെന്ന് ഫസ്റ്റ് ഹെൽപ്പായിട്ട് അടുത്തുള്ള നെയ്ബേഴ്സ് എല്ലാം കടന്നു വന്നു. എങ്കിലും ഞാൻ ഒരു പരസഹായമില്ലാതെ ഞാൻ ഇങ്ങനെ ഒരു ജീവച്ഛവത്തെ പോലെ. അപ്പോൾ ഞാൻ കഴിഞ്ഞ നാളിൽ വായിച്ച മിഷണറിമാരുടെ എല്ലാം ബയോഗ്രാഫീസ് ഞാൻ ഓർക്കുകയുണ്ടായി. ഓരോ വിധവമാരായിത്തീരുന്ന, യൂറോപ്പിൽ നിന്നൊക്കെ കടന്നു വരുമ്പോൾ തന്റെ പ്രിയപ്പെട്ടവനെ നഷ്ടപ്പെട്ടവരായി എന്തെല്ലാം ഒരു സെക്കൻഡില് നമ്മൾ ചിന്തിക്കുന്നത്, അയ്യോ കർത്താവെ, ഞാൻ ഒറ്റപ്പെട്ടല്ലോ, ഞാൻ എന്റെ എല്ലാം നഷ്ടപ്പെട്ടല്ലോ. ഞാൻ പറയുന്നത്, കർത്താവെ, എനിക്കെല്ലാം നഷ്ടമായല്ലോ. എന്റെ ജീവിതത്തിൽ പിന്നെ എന്ത് പ്രതീക്ഷയാണുള്ളത്? പിന്നെ അപ്പൊ കർത്താവിന്റെ ആത്മാവിനോട് സംസാരിച്ചുകൊണ്ടിരുന്നു.
ഈ കർത്താവ് എന്നോട് ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെ ഇരിക്കുമെന്ന് അരുളി ചെയ്ത ദൈവമാണ്. കർത്താവിനോട് പറഞ്ഞ പ്രിയപ്പെട്ടവരെല്ലാം മാറിപ്പോകും. നീ അല്ലെങ്കിൽ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടും. എല്ലാവരും ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടും. നശ്വരമായ ഒരു ലോകമാണ്. ഈ ലോകത്തിൽ ഒന്നിലും ആശ്രയം വെക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, എന്റെ ആശ്രയം ആയിരുന്നവൻ, എനിക്ക് തുണയായിരുന്നവൻ എന്നിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞപ്പോൾ വീണ്ടും ആ കർത്താവിന്റെ ആത്മാവ് എന്നിലേക്ക് ശക്തമായി വരികയുണ്ടായി, ശക്തമായി എന്നോട് ഇടപെടുകയുണ്ടായി. ഈ ദിവസങ്ങളെല്ലാം കർത്താവിനെ ശക്തമായി ഉപയോഗിക്കുന്ന നാളുകളാണ്. ആദ്യത്തെ ഞായറാഴ്ച 1-ാം തീയതി എന്റെ പ്രിയപ്പെട്ടവനുമായിട്ട് ലാസ്റ്റ് ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന ഫെലോഷിപ്പ് എന്ന് പറഞ്ഞാൽ രാവിലെ ഞങ്ങൾ ഒരുമിച്ച് വീടെല്ലാം ക്ലീൻ ചെയ്ത് മാറ്റെല്ലാം വിരിച്ച് ഞങ്ങളുടെ ഹിന്ദിക്കാരായിട്ടുള്ള വിശ്വാസികൾ വരുന്നതിന് ആ സമയത്ത് പെട്ടെന്ന് അജയ് എന്നോട് പറഞ്ഞു, നിനക്ക് സാക്ഷ്യം പറയാൻ പറ്റുമോ? നിന്റെ സാക്ഷ്യം കുറെ നാളായല്ലോ നീ പറഞ്ഞിട്ട്, നീ പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, അജയ് എനിക്ക് അതിനെന്താ പറയാമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ അതിന് പ്രിപ്പയർ ആയി. ഞാൻ ഈ ആഹാരമൊക്കെ ഉണ്ട്, വരുന്നവർക്കെല്ലാം ഞങ്ങൾ ആഹാരം കൊടുക്കും. അവിടുത്തെ ഒരു കസ്റ്റം അതാണ്. ഒത്തിരി ദൂരെ നിന്നൊക്കെ അവർ വരുന്നവരാണ്, വാഹന സൗകര്യം ഇല്ല, നടന്നു വരുന്നവര്, കുഞ്ഞുങ്ങളെ കൊണ്ട് വരുന്നവര്. അപ്പൊ ആ സമയത്ത് ഞാൻ ഇതെല്ലാം പ്രിപ്പയർ ചെയ്തു. ഞാൻ വളരെ സന്തോഷത്തോടെ ഒത്തിരി നാളിന് ശേഷം ഈ 2020 എന്റെ സഹോദരി മരിച്ചതിന് ശേഷം അതുവരെ ഞാൻ വളരെ ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു പ്രാർത്ഥനാ ജീവിതം നയിച്ചിരുന്നവളാണ്. എനിക്കൊരു പ്രെയർ ഡയറി ഉണ്ട്. ഞാൻ വളരെ ഡിസിപ്ലിൻ ആയിരുന്നു പ്രാർത്ഥനയുടെ കാര്യത്തിൽ. ബൈബിൾ റിപ്പീറ്റഡ് ആയിട്ട് വായിക്കാനും വളരെ സിൻസിയർ ആയിട്ടാണ് ഞാൻ എന്റെ കർത്താവിനെ സ്നേഹിച്ചിരുന്നത്. അപ്പോൾ ഞാൻ എല്ലാം പ്രാർത്ഥിച്ച് ഞാൻ എന്റെ ഭൗതിക ആവശ്യങ്ങളായിട്ട് ആത്മീയ ആവശ്യങ്ങളായിട്ട് ഞാൻ പ്രാർത്ഥിച്ചാണ് നേടിയത്. അല്ലാതെ എന്റെ യോഗ്യത കൊണ്ടോ അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും മനുഷ്യരോട് സംസാരിച്ചല്ല എന്റെ ആവശ്യങ്ങൾ നടന്നിട്ടുള്ളത്. ഞാൻ ഒരു സ്കൂളിൽ അധ്യാപികയായിട്ട് 9 വർഷം ജോലി ചെയ്തു. അതിനും ഞാൻ അത്ര ക്വാളിഫൈഡ് ആയിട്ടല്ല. പക്ഷെ എന്നെ ഇങ്ങോട്ട് വന്ന് ഇൻവൈറ്റ് ചെയ്യുമായിരുന്നു. ഞാൻ അവിടെ മറ്റു ടീച്ചേഴ്സിന്റെ മുന്നിൽ അവരുടെ തുല്യത്തെക്കാളും അവരെക്കാളും ഒന്നുകൂടെ ഒരു സ്റ്റെപ്പ് കൂടെ എന്നെ ഓണർ ചെയ്യുന്ന അനുഭവങ്ങളിൽ കൂടെ ഞാൻ അവിടെ കടന്നു പോയിട്ടുണ്ട്. അത് കർത്താവ് എന്നെ കോൾ ചെയ്ത്, കർത്താവ് എന്നെ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് അങ്ങനെയാണ്, യോസേഫിനെ പോലെ. കാരണം കർത്താവ് നമുക്ക് ഒരു പദവിയിലേക്ക് നമ്മളെ അയക്കുമ്പോണ്ടല്ലോ, അതിന് ചുറ്റുപാടുകളും എല്ലാം കർത്താവ് നമുക്ക് ക്രമീകരിച്ചു തരികയാണ്. നമുക്ക് അവിടെ ഒരു തരത്തിലുള്ള ശത്രുവിന്റെ ചലഞ്ചസിനെ പോലും കർത്താവ് അത് സോർട്ട് ഔട്ട് ചെയ്യുന്നത് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളുള്ളത് കൊണ്ട് എനിക്ക് പ്രാർത്ഥനയിൽ എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു. എന്റെ സഹോദരിക്ക് ജോലി ലഭിക്കാനല്ലേ ഞാൻ ദൈവസന്നിധി കരഞ്ഞ് പ്രാർത്ഥിച്ച് അങ്ങനെ അവൾക്ക് 6 വർഷം ജോലി ഇല്ലാതെ അവൾക്ക് ജോലി MOH ലഭിക്കുകയാണ്. ഒരു ഗവൺമെന്റ് നഴ്സായി ജോലി ചെയ്യാൻ ലഭിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളൊക്കെ മാറി അവളെ ദൈവം ഉയർത്തി. അവൾക്ക് സ്വന്തമായ ഒരു നല്ലൊരു ഭവനം അവൾ നാട്ടിൽ വെച്ചു. അങ്ങനെ നന്മകളുടെ, എന്റെ പിതാവിനെ സംബന്ധിച്ച് തന്റെ വാഗ്ദത്ത നിവർത്തി, തലമുറകളുടെ നന്മകൾ ഇങ്ങനെയൊക്കെ പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് 2020 അവൾക്ക് കോവിഡ് വരികയും, കോവിഡ് വന്നത് ഇതുപോലെ തന്നെ ഒന്നും അറിഞ്ഞില്ല. ഒരു 15 ദിവസം വെന്റിലേറ്റർ കിടന്നു. പെട്ടെന്ന് ഞങ്ങളിൽ നമ്മൾ മാറ്റപ്പെടുകയാണ്. അതിനുശേഷം പലപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാൻ വന്നിരിക്കും, താഴെ ഞാൻ ഇരിക്കത്തുള്ളൂ. കാരണം ഞാൻ ഒത്തിരി കാലം ആഗ്രഹിച്ചതാണ് മുട്ടിമേ ഇരുന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാൻ. ഞാൻ എന്റെ ചെറിയ പ്രായത്തിൽ അമ്മച്ചിമാരുടെ കൂടെ പുറകിൽ കസേരയിലാണ് ഞാൻ ഇരുന്ന് ആരാധിച്ചുകൊണ്ടിരുന്നത്. ഞാൻ മുട്ടുമേലെ അതിനെ സൗഖ്യമാക്കിയതിനു ശേഷം താഴെ ഞാൻ മാറ്റിട്ടിട്ടിരിക്കും. ഞാൻ മുട്ടുമേ ഇരുന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുക, ഞാൻ കരയുവാണ്. അതിനുശേഷം എനിക്കൊന്നും ചോദിക്കാനില്ല. കർത്താവെ, എനിക്ക് തരുന്ന നന്മകൾ നീ ഓരോന്നോരോന്ന് എടുത്തു മാറ്റുകയാണ്. ഞാൻ ഭൂമിയിൽ എന്താണ് ഇനി ആഗ്രഹിക്കേണ്ടത്? ഞങ്ങളെ മിനിസ്ട്രിയിലെല്ലാം അവൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. എന്റെ മകന്റെ വിദ്യാഭ്യാസത്തിനുള്ള കാര്യങ്ങൾ അവൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പൊ എന്റെ അടുത്ത ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ 1-2 വർഷമായിട്ട് പിന്മാറ്റത്തിൽ നിന്ന് പറയുവാനില്ല. ഞാൻ ദൈവസന്നിധിയിൽ അങ്ങനെ പിടിച്ചു പ്രാർത്ഥിക്കുന്നതൊക്കെ നിർത്തി. കർത്താവിന്റെ സന്നിധിയിൽ എപ്പോഴും എനിക്ക് കരച്ചിലാണ്. കർത്താവെ, എനിക്ക് ആശ്രയം വെക്കാൻ ഒന്നുമില്ലല്ലോ ഈ ലോകത്ത് എന്നുള്ള ഒരു രീതിയിലൊക്കെ എന്റെ മനസ്ഥിതിയായി. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവൻ എന്റെ ജീവിതത്തിൽ മാറിയപ്പോഴത്തേക്കും പെട്ടെന്ന് ഞാൻ എന്റെ ആ മരണ ദുഃഖവും എല്ലാം മാറുവാണ്. എന്നെ എങ്ങനെ ബലപ്പെടുത്തിയെന്ന് എനിക്ക് അറിയത്തില്ല. അതിനുശേഷം ഒരു ഞായറാഴ്ച ഞാൻ സാക്ഷ്യം പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവൻ എന്നോട് സാക്ഷ്യം പറയാൻ പറഞ്ഞു. ആ 1-ാം തീയതി ഞാൻ സാക്ഷ്യം പറഞ്ഞു. അച്ഛൻ വചനം പറഞ്ഞു. അന്ന് കടന്നു വന്ന ഹിന്ദിക്കാരായിട്ടുള്ള ആളുകൾ, ഞങ്ങൾ 6 വർഷമായിട്ട് അവിടെ ആയിരുന്നെങ്കിലും ഞാൻ ഒരിക്കലും എന്റെ സാക്ഷ്യം പറഞ്ഞിട്ടില്ല. അന്ന് അവര് വളരെയധികം ബലം പ്രാപിച്ച് കർത്താവിലുള്ള വിശ്വാസം വർദ്ധിച്ച് അവർ മടങ്ങിപ്പോയി. അതിനുശേഷം പിന്നെയുള്ള എല്ലാ ആഴ്ചകളിലും 4-ാം തീയതി അച്ഛൻ എന്നിൽ നിന്ന് മാറ്റപ്പെടുകയാണ്. പിന്നുള്ള ഓരോ ഞായറാഴ്ചകൾ ഓരോരോ മീറ്റിങ്ങുകളിൽ എന്നെ ദേവദാസന്മാർ ഈ ആഴ്ച ക്രിസ്റ്റി കടന്നു വരണമെന്ന് പറഞ്ഞു. അങ്ങനെ
പലയിടത്തും കടന്നുപോയി. ഇന്ന് തന്നെ നിങ്ങളുടെ മധ്യ ഞാൻ നിൽക്കുന്നത് എന്റെ അച്ഛൻ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ എന്റെ സാക്ഷ്യമായിട്ട് ഇന്ന് നിങ്ങളുടെ മധ്യ ആയിരിക്കത്തില്ല. കർത്താവിന്റെ പദ്ധതികൾ എന്തെന്നും നമുക്കറിയത്തില്ല. നാളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ എന്തെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എന്നെ തന്നെ ദൈവസന്നിധി സമ്പൂർണമായി സമർപ്പിച്ചിരിക്കുകയാണ്. മരണം നിശ്ചയമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ മരണം വന്നാലും രോഗം വന്നാലും എന്ത് വന്നാലും നമ്മളെ തള്ളിക്കളയാത്തൊരു കർത്താവുണ്ട്. അതിനപ്പുറത്തേക്ക് നമ്മളെ കരം പിടിച്ച് നടത്തുന്ന ഒരു കർത്താവുണ്ട്. അതുകൊണ്ട് വചനം പറയുന്നത് ഇങ്ങനെ, എന്നെ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്നുള്ളതാണ്. കർത്താവിന്റെ ആ ഒരു വചനത്താലൊക്കെയാണ് ഈ ദിവസങ്ങളിൽ ധൈര്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ലോകത്തിലെ ജീവിതം നശ്വരമാണ്, അല്പകാലം മാത്രമുള്ളൂ. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആയുസ് ദൈവനാമ മഹത്വത്തിനായി നാം എത്രമാത്രം പ്രയോജനപ്പെടുന്നു അത് മാത്രമേ നിത്യതയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ ലോകത്തിൻ്റെതായ ഈ യാതൊരു കാര്യത്തിനും നമ്മൾ പ്രതീക്ഷ വെക്കരുത്. നമ്മുടെ പ്രിയപ്പെട്ടവർ പോയാലും നമ്മൾ വിശ്വാസം ക്ഷീണിച്ചു പോകാൻ ഇടയാകരുത്. ഈ ദിവസങ്ങളിലെല്ലാം കർത്താവ് എന്നെ ബലത്തോടെ നടത്തുവാണ്. കർത്താവ് എന്നോട് സംസാരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വീട്ടിൽ കടന്നു വരുമ്പോൾ ഒരു സമനില തെറ്റുകളെ പോലെയാണ്. ഞാൻ അച്ഛൻ്റെ നിന്ന് മാറിപ്പോയോ എന്ന് എനിക്ക് അറിയത്തില്ല. നമ്മൾ എത്ര വിശ്വാസത്തിൽ സ്ട്രോങ് ആണ് പറഞ്ഞാലും, വചനം എത്രയാന്ന് പറഞ്ഞാലും, നമുക്ക് ഷോക്ക് ആകാനായിട്ട്, നമുക്ക് ഒരു മനസ്സിനൊരു ഷോക്ക് വരുവാൻ അധിക സമയമൊന്നും വേണ്ട. ഞാൻ ചിന്തിച്ചു, ദൈവമേ, എന്തൊരു പരീക്ഷണമാണ് എന്റെ മുന്നിൽ കടന്നു വന്നത്. എന്റെ കർത്താവിനെ എനിക്ക് ഒരിക്കലും തള്ളിപ്പറയാനായിട്ട് പറ്റത്തില്ല. പല ചോദ്യങ്ങളാണ് എന്റെ കുടുംബത്തിലുള്ളവര്, എന്റെ സുഹൃത്തുക്കള്, ഞാൻ വിളിക്കുന്നവര് എന്നോട് ചോദിക്കുന്നത്, ക്രിസ്റ്റി, ഇത്രയെല്ലാം നിങ്ങൾ കർത്താവിന് വേണ്ടി നിന്നിട്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എല്ലാം തയ്ച്ചിറങ്ങിയവരല്ലേ, നിങ്ങൾക്ക് യാതൊന്നിലും ഈ ലോകത്തിന്റെ കാര്യങ്ങളിൽ താല്പര്യമില്ലാതെ കർത്താവിന് വേണ്ടി അതുപോലെ നിന്നിട്ട് ഇങ്ങനെ ഒരു അവസ്ഥ എന്തുകൊണ്ട് എന്ന് എന്നോട് പലരും ദൈവങ്ങൾ പോലും എന്നോട് ചോദിക്കുകയുണ്ടായി. അപ്പോഴൊക്കെ കർത്താവ് എന്നെ ബലപ്പെടുത്തി, ഞാൻ അവരെ ബലപ്പെടുത്തുവാണ്. ഞാൻ പറഞ്ഞു, സഹോദരങ്ങളെ, ഇപ്പം എന്തെല്ലാം ആ ലോകത്ത് നടക്കുന്നത്, അവിടെ ഇവിടെയൊക്കെ കർത്താവ് ഇളക്കാൻ തുടങ്ങി, കൂടുകളെല്ലാം ഇളക്കാൻ തുടങ്ങി. കർത്താവ് തനിക്ക് വേണ്ടവരെ എല്ലാം ചേർത്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഈ ലോകത്തിൽ ആയുസോടെ ആയിരിക്കുന്നവരൊക്കെ കർത്താവ് അവിടങ്ങളിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക, താൻ വരുമ്പോ കൊണ്ടുപോകാനായിട്ട്, അല്ലെങ്കിൽ തന്റെ രാജ്യത്തിന് വേണ്ടിയുള്ളവരെ താൻ അവിടെ ഒക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഇതിൽ കൂടെ കടന്നു പോയേ പറ്റത്തുള്ളൂ. എന്നെ കർത്താവ് ശുദ്ധീകരിച്ച് പൊന്നുപോലെ കൊണ്ടുവരികയാണ്. ഞാൻ കുറച്ചൊക്കെ ഒരുങ്ങാനുണ്ട്, കുറച്ചൊക്കെ കർത്താവിന് വേണ്ടി ചെയ്യാനുണ്ട്. എന്റെ പ്രിയപ്പെട്ടവൻ ചെയ്യേണ്ടതെല്ലാം ചെയ്ത് തന്റെ വേലത്തിന്റെ ഇന്ന് വിശ്രമത്തിലായിരിക്കുന്നു. ഞാനൊരു മിഷണറിയുടെ ഭാര്യ എന്നുള്ള ആ വളരെയധികം ധൈര്യത്തോടെ തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്. ഞാൻ ഈ അവിടെ ബോർഡറിലായതുകൊണ്ട്, ഇന്ത്യയുടെ ബോർഡറിലായതുകൊണ്ട് ജവാന്മാരെ, സോൾജേഴ്സിനെ ഒക്കെ എന്നും കണ്ടുകൊണ്ടിരുന്നതാണ്. അവരുടെ ഭാര്യമാരെ അല്ലെ അവരുടെ കുടുംബങ്ങളെ കണ്ടിട്ടുള്ളവരാണ്. അവരൊന്നും അവരുടെ പ്രിയപ്പെട്ടവൻ അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി ജീവൻ കളയുമ്പോൾ അവരൊന്നും ഇരുന്ന് കരയത്തില്ല. ആ ഒരു ധൈര്യമാണ് ഈ ദിവസങ്ങളിൽ എന്റെ ഹൃദയത്തിൽ കർത്താവ് നൽകിയിരിക്കുന്നത്. ഞാനൊരു പോരാളിയാണ്. എന്റെ ഹസ്ബൻഡ്, എന്റെ പ്രിയപ്പെട്ടവൻ ഒരു പോരാളിയായിരുന്നു. കർത്താവിന് വേണ്ടി താൻ മരണത്തോളം തന്റെ ദൈവത്തിന് കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. തന്റെ ജീവനെ കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവ് ഒരു കിരീടം തനിക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു ശോഭയേറിയ അനുഭവത്തിൽ തന്നെ ഞാൻ കാണുമെന്നുള്ള വിശ്വാസത്തോട് ഉറപ്പോടെയാണ് ഞാൻ ഇന്നായിരിക്കുന്നത്. ഞാൻ ആഗ്രഹിക്കുന്ന ഇത്ര മാത്രമുള്ളൂ. കർത്താവ് എന്റെ മുന്നിൽ നൽകുന്ന അവസരങ്ങൾ കർത്താവിനെ സാക്ഷിക്കുക. നമ്മുടെ കർത്താവ് ജീവിക്കുന്ന ദൈവമാണ്. എന്റെ അകത്തെ മനുഷ്യൻ ഈ നാളുകളിൽ ജ്വലിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ ബാഹ്യമായ ശരീരം ക്ഷീണിക്കും. ഈ മണ്ണാകുന്ന ശരീരം, ഈ നമ്മുടെ മനസ്സ്, ആത്മാവ്, പ്രാണൻ, ദേഹ ആത്മാവ്, ഇതാണല്ലോ ദൈവം ഇതിനാണല്ലോ ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ കൂടാരമാകുന്ന ഈ ഭൗമ്യമായ ഭവനം അഴിഞ്ഞു പോയാലും ഹല്ലേലൂയ, അതിനപ്പുറം കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ നിത്യമായ ഭവനത്തിലേക്ക്, ആ കർത്താവ് കൈപ്പണിയായി സൃഷ്ടിച്ച പിതാക്കന്മാരെല്ലാം വിശ്വാസത്താൽ കാത്തുന്ന ആ ഒരു ഭവനത്തേക്ക് നാം എല്ലാവരും ചേർക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും നമ്മുടെ പ്രത്യാശയോ നമ്മുടെ വിശ്വാസവും നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. ഇന്ന് നമ്മുടെ തലമുറകളൊക്കെ നേരിടുന്ന പരീക്ഷണങ്ങളൊക്കെ വളരെയധികം പരീക്ഷണങ്ങളിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അവിടെ എല്ലാം മാതൃകമായി നമുക്ക് ജീവിക്കാൻ, വിശ്വാസം നിലനിൽക്കുവാൻ നമുക്ക് കഴിയട്ടെ. എനിക്ക് ഇപ്രകാരം ഒരു സമയം അനുവദിച്ചു തന്നതിന് അങ്കിളിനോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. ഞാൻ സാക്ഷ്യം അധികം ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ ചുരുക്കിയാണ്. ഞാൻ വചനമൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എനിക്ക് നിർത്തേണ്ടതുണ്ടല്ലോ. എന്റെ സാക്ഷ്യം എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ. ഞാൻ ഇത്ര മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. കർത്താവിന്റെ നാമോത്തത്തിനായി മുന്നോട്ടുള്ള എന്റെ ആയുസ് തീരണം. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന തലമുറ, മകനും
മുഴുവനും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വരും കാലങ്ങളിൽ പ്രയോജനമായി തീരണം. ഞങ്ങളെ കർത്താവ് വീഴാതെ വേണം, താഴാതെ വേണം, തളർന്നു പോകാതെ വേണം ഈ വിശ്വാസത്തിൽ തന്നെ അത്യത്തോളം നിലനിൽക്കുവാൻ കൃപ തരുവാൻ ദൈവമക്കൾ വീണ്ടും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. Amen. Praise the Lord. Thank you so much, Christy. Thank you for your time. Let us worship sometime. ബഹുമാനപ്പെട്ട കർത്താവിൻ ദാസൻ ബാബു ജെയിംസിനോട് ചേർന്ന് അല്പം നമുക്ക് ദൈവത്തെ സ്തുതിക്കുക. നമുക്ക് എല്ലാവർക്കും ദൈവത്തെ പാടി ദൈവത്തെ സ്തുതിച്ച് മോശപ്പെടുത്താം. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. ക്ലേശം തീർന്നു നാം നിത്യം വസിപ്പാൻ വാസമൊരുക്കാൻ പോയ പ്രിയൻ താൻ. ക്ലേശം തീർന്നു നാം നിത്യം വസിപ്പാൻ വാസമൊരുക്കാൻ പോയ പ്രിയൻ താൻ. വാസമൊരുക്കാൻ പോയ പ്രിയൻ താൻ. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. നിന്ന കഷ്ടത പരിഹാസങ്ങൾ ദുഷികളെല്ലാം തീരാൻ കാലമായി. നിന്ന കഷ്ടത പരിഹാസങ്ങൾ ദുഷികളെല്ലാം തീരാൻ കാലമായി. ദുഷികളെല്ലാം തീരാൻ കാലമായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ പ്രാണപ്രിയന്റെ പൊന്നുമുഖത്തെ തേജസ്സോടെ നാം കാൺമാൻ കാലമായി. പ്രാണപ്രിയന്റെ പൊന്നുമുഖത്തെ തേജസ്സോടെ നാം കാൺമാൻ കാലമായി. തേജസ്സോടെ നാം കാൺമാൻ കാലമായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ നള്ളാറായി. കാന്തനുമായി വാസം ചെയ്യുവാൻ കാലം സമീപമായി പ്രിയരേ. കാന്തനുമായി വാസം ചെയ്യുവാൻ കാലം സമീപമായി പ്രിയരേ. കാലം സമീപമായി പ്രിയരേ. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. ഒരുങ്ങി നിന്നോർ തന്നോടുകൂടെ മണിയറയിൽ വാഴാൻ കാലമായി. ഒരുങ്ങി നിന്നോർ തന്നോടുകൂടെ മണിയറയിൽ വാഴാൻ കാലമായി. മണിയറയിൽ വാഴാൻ കാലമായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. യുഗായുഗമായി പ്രിയൻ കൂടെ നാം വാഴും സുദിനം ആസന്നമായി. യുഗായുഗമായി പ്രിയൻ കൂടെ നാം വാഴും സുദിനം ആസന്നമായി. വാഴും സുദിനം ആസന്നമായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. രാജാധിരാജൻ
മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി കാഹളധ്വനി കേൾക്കും മാത്രയിൽ മറുരൂപമായി പറന്നിടാറായി കാഹളധ്വനി കേൾക്കും മാത്രയിൽ മറുരൂപമായി പറന്നിടാറായി മറുരൂപമായി പറന്നിടാറായി രാജാധിരാജൻ മയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. Thank you so much, Pastor James. Thank you for the good song. നമ്മുടെ കർത്താവ് വരാറായി. ബഹുമാനപ്പെട്ട ക്രിസ്റ്റിയോട് എനിക്ക് പറയാനുള്ളത്, ദൈവത്തിന് എല്ലാവരും ഒരു പ്ലാനുണ്ട്. ക്രിസ്റ്റിക്കുള്ളതായ ധൈര്യത്തിന് ഞാൻ റിയലി അപ്രീഷിയേറ്റ് കറേജ്. ഇങ്ങനെയുള്ള സഹായങ്ങളൊക്കെയും നമുക്ക് കേൾക്കുവാൻ വളരെ സുഖമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ, എന്റെയോ നിങ്ങളുടെയോ ഒരു മകളെ ഇപ്രൊരു സാഹചര്യം വരുമ്പോൾ മാത്രമേ അത് ടെൻഷനും പെയിനും നമുക്ക് മനസ്സിലാക്കുവാനുള്ളൂ. സോ വി ഹാവ് ടു uphold Christy in your prayers. നമ്മുടെ റെഗുലർ പ്രയറിൽ, നമ്മുടെ മീറ്റിങ്ങിൽ തന്നെ 5-6 സഹോദരിമാരുണ്ട്, ഇതുപോലെ വിധവമായിട്ടുള്ള സഹോദരിമാരെ നമ്മുടെ മീറ്റിംഗ് തുടർച്ചയായി കടന്നു വരുന്നുണ്ട്. അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുക. ക്രിസ്റ്റി, God is on your plan. He never forsake you. He will use as a mighty instrument. കർത്താവിന്റെ കയ്യിൽ വരും ദിവസങ്ങളിൽ അനേകർക്ക് ആശ്വാസമായി, ഇണങ്ങിയായുധമായി ദൈവം ഉപയോഗിക്കുന്നുള്ളതിന് ഒരു സംശയവുമില്ല. കർത്താവിന്റെ വഴികൾക്ക് വേണ്ടി നമുക്ക് ക്ഷമയോടെ കാത്തിരിക്കുക. ഞങ്ങളുടെ സുമയുള്ള എല്ലാ കർത്തൃദാസന്മാരോട് ഞാൻ പറയുന്നു, നമ്മളുടെ ആത്മാർത്ഥമായ സ്നേഹവും സഹകരണവും ക്രിസ്റ്റി കൊടുക്കണം. നിങ്ങളെല്ലാവരും കഴിഞ്ഞ കാര്യമായി സഹായിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളിൽ ക്രിസ്റ്റി നമുക്ക് ഒരിക്കലും മറക്കുവാൻ സാധ്യമായല്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ ആത്മാർത്ഥമായി സഹായിക്കാം. പാസ്റ്റർ ജോർജ് തോമസ്, കണ്ടിന്യൂ പാസ്റ്റർ.